പരിപാടിയുടെ ലൈവ് KCR ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നമ്മുടെ പരിപാടിയുടെ ലൈവ് ലഭ്യമാണ്. വിദേശത്തുള്ള മുഴുവൻ സഹോദരന്മാർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം നേടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാദരം മൈക്ക് ഫണ്ടിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان الشديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ഏറ്റവും ബഹുമാനമുള്ള മഹാന്മാരായ സ്റ്റേജിലും സദസ്സിലുമുള്ള സാദാത്യങ്ങളെ, സർവാദരണീയരായ പണ്ഡിതന്മാർ, മുതാലിം സുഹൃത്തുക്കൾ, യുവജന സുഹൃത്തുക്കൾ, കാരണവന്മാർ, പ്രസ്ഥാന ബന്ധുക്കൾ, ഈ നാട്ടിലെയും മറുനാടുകളിലുമൊക്കെ ഈ പരിപാടി ശ്രമിക്കാൻ വേണ്ടി വന്നിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തകന്മാർ, അഭ്യുദയകാംക്ഷികളെ, മറ്റു ശ്രോതാക്കളെ, ആമുഖമൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനുണ്ടായതിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായി നമുക്ക് അറിയാവുന്നതാണ്. മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു ഇലാഹിയായ പ്രസ്ഥാനമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടെ തെളിഞ്ഞിരിക്കുകയാണ്. മഹാന്മാരായ സാത്വികന്മാരായ പണ്ഡിതവരേണ്യർ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പടുത്തുയർത്തി മഹിതമായ സംഘടന അല്ലാഹുവിന്റെ ശരിയായ ദീനിന്റെ ശരിയായ വശം ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ് രൂപീകരിക്കപ്പെട്ടതും നാളിതുവരെ പ്രവർത്തിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെ ആവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും. ഈ മഹിതമായ സംഘടനയ്ക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയം ഇല്ല എന്ന് നമുക്കൊക്കെ അറിയാം. പണ്ട് മുതലേ സമസ്തയുടെ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച് നമ്മുടെ നേതാക്കന്മാർ നമ്മളോട് പറയാറുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് രാഷ്ട്രീയമില്ല, സമസ്തയുടെ പ്രവർത്തകന്മാരിൽ പലർക്കും രാഷ്ട്രീയങ്ങളുണ്ട്, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അത് അവരുടേതായ മൗലികമായ അവകാശങ്ങളാണ്. അതിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൈകടത്താറില്ല. എന്നാൽ നാളിതുവരെയുള്ള ചരിത്രത്തിൽ സമസ്തയുടെ വേദികളിൽ രാഷ്ട്രീയം പറയുകയോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇന്നാളെ പരാജയപ്പെടുത്തണമെന്നോ ഇന്നാളെ വിജയിപ്പിക്കണമെന്നോ നാളിതുവരെ പറഞ്ഞ ചരിത്രവും ഇല്ല. ഇത് രണ്ടും രണ്ടാണെന്ന് ചിന്തിക്കാനും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാനും കഴിവുള്ളവരാണ് ഈ മഹിതമായ സംഘടനയുടെ എളിയ ഹാദിമുകളായ പ്രവർത്തകന്മാരായ നമ്മളൊക്കെ. എന്നാൽ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാർ, കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള ശംസുൽ ഉലമയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സംഘടനയെ വളർത്തിക്കൊണ്ടുവന്നത് പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്. എന്നാൽ ഈ സംഘടനയിൽ നിന്ന് പലപ്പോഴായി മാറിപ്പോയ ആളുകൾ തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വളരെ ദൂരം അവർ വ്യതിചലിച്ചുപോയി എന്നുള്ളതൊരു വസ്തുതയാണ്. ഇവിടെ പരാമർശിക്കപ്പെട്ട ഫുലാൻ ബിൻ ഫുലാൻ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, നമ്മൾ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാറില്ല.
എന്നാലും ബദർ യുദ്ധ ചരിത്രം പറയുമ്പോൾ അബൂജഹലിനെ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുപോലെ സമസ്തയുടെ ചരിത്രം പറയുമ്പോൾ പലരെയും നമ്മൾക്ക് പരാമർശിക്കേണ്ടി വരും. മാന്യത ഉള്ളവരാണെങ്കിൽ മാന്യതയുടെ ഭാഷയിൽ, അല്ലെങ്കിൽ നേരെ തിരിച്ചും നമ്മുടെ സംസാരത്തിൽ അങ്ങനെയൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. ഇവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രവർത്തനങ്ങൾ സജീവമായി നാടിന്റെ നാനാഭാഗങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും രാവും പകലും വ്യത്യാസമില്ലാത്ത രൂപത്തിൽ നാടിന്റെ നാനാഭാഗത്തും നടന്നു എന്നതും ഇതുവരെയുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾക്കറിയാം. എന്നാൽ കാന്തപുരമേറ്റി അബൂബക്കർ മുസ്ലിയാർ മണ്ണാർക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ തങ്ങളുടെ പ്രവർത്തകന്മാരെ ഇറക്കി ഇങ്ങനെ ഒരു പ്രചരണം നടത്തിയതിലൂടെ അദ്ദേഹം ലക്ഷ്യം വെച്ചിട്ടുള്ളത് കേരളത്തിന്റെ മണ്ണിൽ ഒരു കാന്തപുരം ഫാക്ടറി അല്ലെങ്കിൽ കാന്തപുരം ഫാൻസ് ഉണ്ടാകും എന്നായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, ഇതാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലപാടെന്താണ്? എന്തെങ്കിലും നിലപാട് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ആ നിലപാടിന്റെ മാനദണ്ഡം എന്താണ്? ആർക്കാണ് നിങ്ങൾ പിന്തുണ കൊടുക്കുന്നത്? മാനം മര്യാദയ്ക്ക് ചാനലിന്റെ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം ആരാണോ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് അവർക്കിടയിലേക്ക് നുഴഞ്ഞു കയറി അതിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയും മുന്നേ അടിച്ചു വെച്ചിട്ടുള്ള പ്രശസ്തി പത്രം അതല്ലെങ്കിൽ സമ്മാനങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചത് കൊടുക്കലായിരുന്നു പതിവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് മുൻകൂട്ടി പറയുമോ എന്നൊരു ചോദ്യം ചാനലുകാരൻ കാന്തപുരത്തോട് ചോദിക്കുന്നു. ആ ചോദ്യവും ആ മറുപടി ഒന്ന് കാണി, എന്നിട്ട് ബാക്കി പറയാം. സൗണ്ട് ശ്രദ്ധിക്കുന്നു. അതെ, തൽക്കത്ത് വെച്ച ആ ഫാൻ ഓഫ് ആക്കിയാലോ? ശബ്ദം ഉണ്ടാകില്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിർദ്ദേശം അണികൾക്ക് കൊടുക്കും. എന്തായിരിക്കും നിങ്ങളുടെ മാനദണ്ഡം? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക, ജനങ്ങൾക്ക് അണികൾക്ക് നിങ്ങൾ നിർദ്ദേശം കൊടുക്കും, അത് ഉറപ്പാണ്. കാരണം നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ. അതങ്ങനെ നിർദ്ദേശം കൊടുക്കുമ്പോൾ നിർദ്ദേശം കൊടുക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന ചോദ്യവും അതിന്റെ മറുപടിയും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിർദ്ദേശം അണികൾക്ക് കൊടുക്കും. എന്തായിരിക്കും നിങ്ങളുടെ മാനദണ്ഡം? അതിപ്പോൾ തീരുമാനിക്കാത്തത് കൊണ്ട് പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. എപ്പോഴാ തീരുമാനിക്കേണ്ടത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടോ? തെരഞ്ഞെടുപ്പിന്റെ മുമ്പല്ലേ മാനദണ്ഡം തീരുമാനിക്കേണ്ടത്? തെരഞ്ഞെടുപ്പിന്റെ മുമ്പാണ് മാനം മര്യാദയ്ക്ക് ഇയാളോട് ചോദിക്കുന്നത്. എന്താണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മാനദണ്ഡം എന്താണ്? എന്താണ് നിങ്ങളുടെ തീരുമാനം എന്താണ്? ആർക്കാണ് നിങ്ങളുടെ പിന്തുണുള്ളത്? ആരെയാണ് നിങ്ങൾ ജയിപ്പിക്കുന്നത്? ആരെയാണ് തോൽപ്പിക്കുന്നത്? ഇങ്ങനെ ചോദിച്ചാൽ അന്നം കഴിക്കുന്ന ആളാണെങ്കിൽ മൂക്കിന്റെ പാലം തീപ്പെട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന ആൾക്കാണ് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നത്, ഇന്ന ആളൊക്കെയാണ് ഞങ്ങൾ പരാജയപ്പെടുത്തുന്നത് എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയണം. അത് ഇയാൾ പറയിപ്പിക്കാനാണ് ഇയാൾ കിണഞ്ഞു പരിശ്രമിക്കുന്നത്. പക്ഷെ ഇയാൾ മൊയ്യനെ പിടിച്ച മാതിരിയാണ്. ഇയാൾ എങ്ങനെയാണ് പിടിച്ചത് കിട്ടൂലല്ലോ, ഇയാൾ ഒഴിഞ്ഞു മാറുന്ന രംഗമൊന്ന് കാണിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിർദ്ദേശം അണികൾക്ക് കൊടുക്കും. എന്തായിരിക്കും നിങ്ങളുടെ മാനദണ്ഡം? അതിപ്പോൾ തീരുമാനിക്കാത്തത് കൊണ്ട് പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. മാനദണ്ഡം തീരുമാനമല്ല. ഇപ്പൊ നീച്ചയുടെ തലക്ക് ഒരു ഡാനൊക്കെ നിൽക്കപ്പ ആളുകള് നിൽക്കണം. പറയട്ടെ. തന്നെ അതിപ്പോൾ പ്രസക്തിയില്ല. പക്ഷെ ഈ പറയാൻ അത്രയും സ്വാധീനമുണ്ടോ? ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തോൽപ്പിച്ചു പറയുന്നതല്ലാതെ ഇലക്ഷൻ മുമ്പ് സ്പെസിഫിക് ആയി പറഞ്ഞു കേട്ടില്ല. കഴിഞ്ഞ 2 പ്രാവശ്യം അതൊന്നുമല്ല, വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ പറയാതിരിക്കും. പറയലല്ല ഞങ്ങൾക്ക് ഞങ്ങൾ യൂണിറ്റ് വരെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേറെ വഴികളുണ്ട്. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പത്രത്തിൽ വന്നുകൊള്ളുന്നില്ല. പത്രത്തിൽ ഒന്നൂടെ എന്താ അങ്ങനെ പിന്തുണ കൊടുക്കുന്നത്? പത്രത്തിൽ ഒന്നുകൂടാതെ പത്രത്തിൽ കൊടുക്കണം.
ആൺകുട്ടികൾ ചെയ്യേണ്ട പണി അതാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പിന്തുണ കൊടുക്കണമെങ്കിൽ പത്രത്തിൽ ഞങ്ങൾ കൊടുക്കൂല, അണികൾക്ക് ഞങ്ങൾ നിർദ്ദേശം കൊടുക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല ഒരിക്കലും അപ്പൊ ഇയാള് ചോദിക്കാണ്, ഇലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങൾ ജയിപ്പിച്ചു ഞങ്ങൾ തോൽപ്പിച്ചു എന്ന് പറയാൻ നിൽക്കല്ലേ? അപ്പോഴാണ് ഇയാൾക്ക് കള്ളു കുടിച്ച കരങ്ങനെ തേള് കുത്തിയൊരു വയലിച്ച. ഇയാൾ മറുപടി പറഞ്ഞില്ല. മോനെ വരട്ടെ, പുറന്നു വരട്ടെ, എന്താ ഇയാളോട് ചോദിച്ചത്? എന്തെങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടെടുത്തൂടെ, തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് എടുത്തൂടെ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി അല്ല ഒരിക്കലും മണ്ഡലം പോലും കാണാത്ത ആളുകൾ ജയിച്ചിരുന്ന സ്ഥലത്തൊക്കെ തോറ്റുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ മുമ്പ് പറയാറില്ല, മുമ്പ് പറയാറുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്വാധീന ശക്തിയായി പറയാൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് പരസ്യമായി പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടേ ഉള്ളൂ. ജയിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാം. നിങ്ങൾ അംഗീകരിക്കല്ല. അതുപോലെ ഇവിടെ ജനങ്ങൾക്ക് സത്യം അറിയാം, അത് മതി. നിങ്ങളുടെ സഹായം ഉണ്ടായാൽ മാത്രമേ ജയിക്കാൻ സാധിക്കൂ എന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അറിയാം. അത് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. നിങ്ങളുണ്ടെങ്കിലേ ജയിക്കുള്ളൂ എന്ന് എല്ലാവർക്കും മനസ്സിലായി. നോക്കിയാൽ നിങ്ങൾ ഈ മനുഷ്യന്റെ തൊള്ളലൊക്കെ തീട്ടന്മാര് തേക്കണ്ടേ? അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഈ നിലക്ക് തോന്നിയാസം പറഞ്ഞ് പണ്ഡിതന്മാർക്കിടയിൽ വഷളത്തരത്തുണ്ടാക്കി ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഉൾക്കൊണ്ട് ഇയാൾക്കത് പറയാൻ. ഇയാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിന് 20 സീറ്റ് കിട്ടിയത് ഇന്നെ കൊണ്ടാണ്. അത് പറഞ്ഞതിന്റെ ക്ഷീണത്തെ മാറി അടുത്ത ദിവസം നടത്തി, തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ പത്രസമ്മേളനമാണത്. ഈ പത്രസമ്മേളനത്തിലാണ് ഇയാൾ പറയണത് എല്ലാ സ്ഥലത്തും ജയിക്കുന്നത് ഞങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത് ഈ പ്രായമായ സ്ഥിതിക്ക് അല്ലാഹില്ല എന്ന ചിന്തയോടുകൂടെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാതെ, നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാതെ, മഹല്ലത്തിൽ ഭിന്നിപ്പുണ്ടാക്കാതെ, ഏതൊരു സമയമൊക്കെ കുറെ ആയിട്ടില്ലേ, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70 റസൂലുള്ളാഹിന്റെ ഹദീസില്ലേ, മരണം എല്ലാവർക്കുള്ളതാണ്. പക്ഷെ ഒരു അവസാന കാലത്താകുമ്പോണ്ടല്ലോ മനുഷ്യന്മാർക്കൊരു നന്നാകാനൊരു പൂതി. ആ ഒരു അവസ്ഥയിലെങ്കിലും സമുദായത്തെ രക്ഷപ്പെടുത്താൻ ഇനിയെങ്കിലും ഇത്തരം മുഖ്യപ്രഭാഷണം നടത്തുന്നത് കാന്തപുരമേറ്റി അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹത്തെ സ്റ്റേജിലിരുത്തി ആ സ്വാഗതം പറയുന്ന ഒരു കുളിയണ്ടുണ്ട്, ഒരു കോമു. അയാൾ സ്വാഗതം പറഞ്ഞ ഘട്ടങ്ങള് എന്താ അയാൾ പറഞ്ഞത്? ഹബീബായ സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഒരുപാട് മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്. നബി തങ്ങൾ ഒരിക്കലും പറഞ്ഞൊരു കാര്യം മാറ്റി പറഞ്ഞിട്ടില്ല. നബി തങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് മുഅ്ജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. ആ നബി തങ്ങൾക്ക് കൊടുത്ത മുഅ്ജിസത്തുകൾ മുഴുവനും അതേപോലെ അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്തുകൾ കൊടുക്കപ്പെട്ട ഒരാളാണ് കാന്തപുര ഉസ്താദ്. അതിയാൾ പറഞ്ഞതിന് ശേഷം അയാൾക്ക് പെട്ടെന്ന് തോന്നിയത്. ഉടനെ അയാൾ തിരുത്തി, അങ്ങനെയല്ല മുഅ്ജിസത്ത് അമ്പിയാക്കന്മാരെയൊക്കെ ഉണ്ടാവുള്ളൂ, ഇതിന് ഔലിയാക്കന്മാരെപ്പെട്ട ആളായതുകൊണ്ട് നബി തങ്ങൾക്ക് കൊടുത്ത മുഴുവൻ മുഅ്ജിസത്തും കാന്തപുര ഉസ്താദിന് കറാമത്തായി കൊടുത്തിട്ടുണ്ട്. അയാൾ അതൊന്ന് പറയട്ടെ, എനിക്കൊന്ന് വേറെ പറയാനുണ്ട്. കാര്യം മാത്രം പറയാൻ നിർത്തുകയാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമുക്കൊക്കെ പറയാനറിയാം നമ്മുടെ ഒപ്പ്. പക്ഷേ എങ്ങനെ പറയാനാ? കൈഫ തുദ്രികു ഫി ദുനിയ ഹഖീഖത്തുഹു ഖൗമുൻ നിയാമുൻ തസല്ലു അന്നബിൽ ഉലമി. അത് അവര് പറയുന്നു. ഒറ്റക്കാര്യം ഞാൻ പറയുകയാണ്, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം മുഅ്ജിസത്തുകളിൽ ഒന്ന് ഊതിയിട്ട് ജവാമിൽ കരീമി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ വാക്കുകൾ ഒരു ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന പദമാണ് ഞാൻ പറയാം. റസൂലുള്ളാഹി അലൈഹി വസല്ലം വാക്ക് റസൂലുള്ള പറഞ്ഞത് ഇതുവരെ തിരുത്തി പറഞ്ഞിട്ടില്ല. സിദ്ദീഖ് അബ്ദുൽ ഖത്താബ് റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബി നിങ്ങളുടെ വാക്ക് എന്തൊരു മാധുര്യമാണ്, എന്തൊരു ഗാംഭീര്യമാണ്, എന്തൊരു ആകർഷകമാണ്, ഇതെന്തൊരു അത്ഭുത. അത് അല്ലാഹു തആല എനിക്ക് തന്ന മുഅ്ജിസത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിയുടെ വാക്ക് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഒരൊറ്റ വാക്കും മാറ്റി പറഞ്ഞിട്ടില്ല. ഇതേ മുഅ്ജിസത്താണ് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന് അല്ലാഹു തആല കൊടുത്തത്. കണ്ടകള് ഇജാതി നേതാക്കന്മാർ ഇജാതി പ്രസംഗം നടത്തുന്ന ആളുകളാണ്.
അവൻ നബിതങ്ങൾ ജീവിതത്തിൽ വാക്ക് മാറ്റി പറഞ്ഞിട്ടില്ല. പ്രസംഗത്തിൽ നല്ല ഗാംഭീര്യമാണ്, നല്ല ആകർഷണീയ സ്വഭാവമാണ്, നല്ല ആകാര വടിവാണ്. ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ മോചിയത്താണ്. അങ്ങനത്തെ മോചിയത്തുള്ള നബി തങ്ങളുടെ മോചിയത്താണ് കാന്തപുരത്തിന് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മുജിയത്ത് അമ്പിയാക്കൾക്കാണ്, അത് ഔലിയാക്കൾക്ക് കിട്ടുമ്പോൾ കറാമത്താണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ആ മുജിയത്ത് ബഹുമാനപ്പെട്ടവർക്ക് കറാമത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്നു. ഇയാളൊക്കെ തെരണ്ടി പാൽ അച്ചാറിൽ മുക്കി തല്ലണം. ഇങ്ങനത്തെ ആളുകളൊന്നും വെറുതെ വിടാൻ പറ്റിയിട്ടൊക്കെ യുദ്ധത്തിന് പോണ സംഗതിയല്ലേ? റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത മോചിയത്ത് കാന്തപുരത്തിന് കറാമത്തായി കൊടുത്തു എന്ന് പ്രസംഗിക്കുക. ഇന്ന് ഇയാളെ നീളക്കുപ്പാടിനെ തല പിടിച്ച് വലിച്ചാണ് പറയണ്ടേ, സാധു അങ്ങനെ പറയല്ലേ എന്ന് പറയണ്ടേ. ഇയാൾ പറഞ്ഞില്ല, ഇയാളപ്പോൾ താടിങ്ങനെ ഒയ്യാണ്, ഇയാൾ മുണ്ടില്ല. എന്നാ പോട്ടത് സീഡിയാക്കി ഇറങ്ങി എന്നാ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗം മാറ്റണ്ടേ. എത്ര ഗൗരവമുണ്ടെന്ന് നബി തങ്ങളുടെ മുഴുവൻ മോചിയത്തുകളും കാന്തപുരത്തിന് കറാമത്തായി കൊടുത്തു എന്നൊരു മനുഷ്യൻ പ്രസംഗിച്ചാൽ എത്ര ഗൗരവമുള്ള വിഷയങ്ങളാണിത്. ഞാൻ ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. മണ്ണാർക്കാട്ടേക്ക് തിരിച്ചു വരികയാണ്. നമ്മൾക്കറിയാം മണ്ണാർക്കാട് അടുത്ത കാലത്തുണ്ടായ സംഭവവികാസങ്ങൾ, നമ്മുടെയൊക്കെ മനസ്സ് വേദനിക്കുന്ന സംസാരങ്ങൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും തത്തുല്യമായ രൂപത്തിലുള്ള കമന്റുകളും പോസ്റ്ററുകളും, ഇങ്ങനെ മനുഷ്യന്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്ന പ്രവർത്തനങ്ങൾ മണ്ണാർക്കാട് നടന്നു. അവസാനം മുസ്ലിം ലീഗും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടല്ല മത്സരം, അവസാനം SSF മുസ്ലിം ലീഗുമായി മത്സരമായി മാറി. ഈ രൂപത്തിൽ ശക്തമായ മത്സരം നടന്നു. അവിടെയെങ്ങാനും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി തോറ്റുപോയാൽ സമസ്തയുടെ നിലനിൽപ്പ് തന്നെ ആ ഭാഗങ്ങളിൽ ചോദ്യം ചെയ്യുമെന്ന സ്ഥിതിവിശേഷം വന്നു. സുബ്ഹാനല്ലാഹ്, ആ ഭാഗത്തുള്ള പ്രവർത്തകന്മാർ അന്നവും ഊണും ഉറക്കുമില്ലാതെ പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിക്കാൻ എന്താ കാരണം? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ വെച്ച് പ്രഖ്യാപിച്ചു, പല സ്ഥലത്ത് വെച്ചും പ്രഖ്യാപിച്ചു. ഈ കല്ലാങ്കുഴി കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശംസുദ്ദീൻ അതിന്റെ പ്രതിയാണ്, അതിന് പ്രതി എന്നുള്ള സഹായം ചെയ്തു കൊടുത്ത ആളാണ്. അതുകൊണ്ട് മണ്ണാർക്കാട് മത്സരിക്കുന്ന ശംസുദ്ദീനെ പരാജയപ്പെടുത്തണം. പല ഭാഗത്ത് ഇയാൾ പറഞ്ഞു, അണികൾക്ക് നിർദ്ദേശം കൊടുത്തു. അണികളൊക്കെ എണ്ണയിട്ട യന്ത്രങ്ങളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ ജയിക്കുമെന്ന് എല്ലാ നിലക്കുമുള്ള കണക്കുകൂട്ടലുകൾ ഓരോ ഭാഗത്ത്. സുബ്ഹാനല്ലാഹ്, വാട്സപ്പിലെ വോയിസൊക്കെ ഇങ്ങനെ കേട്ടാൽ നമ്മൾ അന്തമുട്ടുപോയി. ഇവരിങ്ങനെ കൃത്യമായി കണക്കുകൂട്ടി അളന്ന് മുറിച്ചിങ്ങനെ കണക്കുകൂട്ടി നോക്കുമ്പോ ഒരു 10,000-ന്റെ താഴെ ഏതായാലും ഓർക്ക് ഭൂരിപക്ഷം കുറയില്ല. ആ രൂപത്തിൽ അളന്ന് കണക്കുകൂട്ടി സംഘത്തെ ഏൽപ്പിച്ചു. അതുപോലെ ഗ്രൗണ്ട് വരെ വാടക കൊടുത്തു, സെറ്റുകളൊക്കെ ഏൽപ്പിച്ചു. എല്ലാ യൂണിറ്റിൽ നിന്നും മണ്ണാർക്കാട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ ഏർപ്പാട് ചെയ്തു. കാന്തപുരവും വടശ്ശേരി അത്തനടക്കമുള്ള മുഴുവൻ ആളുകൾ ഗൾഫിക്ക് പോയി. ജയിച്ചു കഴിഞ്ഞാൽ ഒന്നായിട്ട് നമ്മൾ കരിപ്പൂരിലേക്ക് വന്ന് അവിടുന്ന് സ്വീകരണം നടത്തിയിട്ട് മണ്ണാർക്കാട്ടേക്ക് പോകാമെന്ന നിലയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങി. അവസാനം വോട്ടെണ്ണുന്ന സമയത്ത് ടിവിന്റെ മുമ്പിൽ മുഴുവൻ മുടിക്കുട്ടിയാണ് എണ്ണീട്ടിങ്ങനെ ശംസുദ്ദീനെ സംബന്ധിച്ച് ഇങ്ങനെ ഇത്ര വോട്ടിന് ലീഡ് എന്ന് പറഞ്ഞതനുസരിച്ച് കുരോളി ചവിട്ടിയന്മാർ ഓരോന്ന് ബാക്ക് പോയി. അവസാനം ഒറ്റൊന്നിന് മസിക്ക് കാണാൻ പറ്റാത്ത രൂപത്തിലൊക്കെ അസ്തമിച്ചുപോയി. അവസാനം 12,000 ചില്ലാന വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശംസുദ്ദീൻ ജയിച്ചു എന്ന വിവരം കേട്ടു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നാട്ടുകളിലെ റിട്ടേൺ ടിക്കറ്റ് കട്ട് ചെയ്ത് മൂപ്പർ അവിടെ തന്നെ കൂടി. മീഡിയ വണ്ണിന് അതായത് അദ്ദേഹം അഭിമുഖം കൊടുത്തു. ആ അഭിമുഖത്തിൽ പത്രക്കാരും എന്ന കിതാബ് അല്ലാതെ ഓതിയില്ലെങ്കിൽ സ്വീപ്പുണ്ടാക്കാൻ നല്ലോണം എനിക്കറിയാം. അവഹിയാളോട് ചോദിച്ചു, അല്ലങ്ങൾ ജയിക്കുന്നു എന്ന് വലിയ പ്രസ്താവനയൊക്കെ നടത്തി. അങ്ങനെ കുത്തുബിയത്തും സ്വലാത്തും റാത്തീബും മൗലൂദും സ്വലാത്തും ഖുർആൻ കൊണ്ട് സത്യം ചെയ്യലും കോഴിമുട്ടയിൽ കൂടോത്രം ചെയ്യലും ഒക്കെ നടക്കും ചൊല്ലു. അത് പ്രശ്ന ജനത്തലേ അലിയാൾ പറയാൻ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം മൈക്കെടുത്ത് മൂർത്താൽ കൂടെ കൊടുക്കണ്ടേ? എന്റെ പത്രക്കാരൻ നോക്കുന്നത് ഇയാള് പറയാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. നോക്കിങ്ങളൊരു മനുഷ്യനെ ഈ രൂപത്തിൽ അധപ്പതിക്കാൻ പാടുണ്ടോ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അതങ്ങനെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ അതുമായി സഹായിച്ച ആളുകൾക്ക് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ കൂട്ടത്തിന്റെ ഉള്ളിൽ ശംസുദ്ദീന്റെ പേരിങ്ങനെ പറഞ്ഞിരുന്നു. ഞാനങ്ങനെ ആഹ്വാനം ചെയ്തിട്ടില്ല എന്നയാൾ പറഞ്ഞതൊന്ന് കേൾക്കി പിന്നെ ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പറഞ്ഞത് പിന്നെ കേൾപ്പിക്കും. കൊലപാതകത്തിന് പുതുമ
പരാജയപ്പെടുത്തുകയാണ് വേണ്ടത് എന്നും ആണ് എനിക്ക് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ അതൊരു പ്രഖ്യാപനമായിട്ടോ പ്രസ്താവനയായിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഈ നുണ പറയണത്? ഇങ്ങനെ കളവ് പറയാവോ? എന്റെ നേരത്തെ എറണാകുളത്തുനിന്ന് പ്രസംഗിച്ച കുളിയന്ത്ര് പറഞ്ഞത് ഉസ്താദ് വരെ ഒരു വാക്ക് മാറ്റി പറഞ്ഞിട്ടില്ല. ഓനാ ബാബുവിന് പറ്റ അദ്ദേഹത്തെ പറഞ്ഞിട്ട് അഞ്ച് പറ്റേ. എന്താ അദ്ദേഹം പറഞ്ഞത്? ചെറുപ്പം മുതൽ ഇന്ന് വരെ ഉസ്താദ് ഒന്നും പറഞ്ഞത് മാറ്റി പറഞ്ഞിട്ടില്ല. പറയട്ടെ, ഒറ്റക്കാര്യം മാത്രം പറയാൻ നിർത്തുകയാണ്. ഒന്ന് ഊത്തിയിട്ട് ജമാവിയിൽ കരുവി അള്ളാന്റെ റസൂല് പറയുന്നു, എന്റെ വാക്കുകൾ ഒരു ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന പദമാണ് ഞാൻ പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് റസൂൽ പറഞ്ഞത് ഇതുവരെ തിരുത്തി പറഞ്ഞിട്ടില്ല. സിദ്ദീഖുൽ അക്ബർ ഖത്താബ് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബി നിങ്ങളുടെ വാക്കിൽ എന്തൊരു മാധുര്യമാണ്, എന്തൊരു ഗാംഭീര്യമാണ്, എന്തൊരു ആകർഷകമാണ്, ഇതെന്തൊരു അത്ഭുത. അത് അല്ലാഹു തആല എനിക്ക് തന്ന മൂല്യത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ വാക്ക് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഒരൊറ്റ വാക്കും മാറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ ഹബീബായ നബി തങ്ങൾ ഒരു കാലത്തും ഒരു സമയത്തും ഒരു വാക്കും നബി തങ്ങൾ മാറ്റി പറഞ്ഞിട്ടില്ല. അത് നബി തങ്ങളുടെ മൂല്യത്താണ്. കാരണം നബി തങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇൻഹു ഇല്ലാ വഹീൻ യൂഹാ, അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള വഹീ മുഖേനയാണ്, മാറ്റി പറഞ്ഞിട്ടില്ല. ഇതേ മൂല്യത്താണ് ബഹുമാനപ്പെട്ട കാന്തപുരത്താവിന് അല്ലാഹു തആല കൊടുത്തത്. മൂല്യത്തെ അമ്പിയാക്കൾക്കാണ്, അത് ഔലിയാക്കൾക്ക് കിട്ടുമ്പോൾ കാരണത്താണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ആ മൂല്യത്ത് ബഹുമാനപ്പെട്ടവർക്ക് കാരണത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്നു. ഒരൊറ്റ വാക്കും ചെറുപ്പം മുതൽക്ക് അവര് പറഞ്ഞത് മാറ്റി പറഞ്ഞിട്ടില്ല. അത് പറയേണ്ടി വരില്ല, എന്റെ വാക്കല്ല. ഇവിടെ എന്റെ കാലോട് ചെറുപ്പം മുതൽ ഇയാളൊരു വാക്ക് മാറ്റി പറഞ്ഞിട്ടില്ല, ഇത് എന്റെ വാക്കല്ല. അതിന് തെളിവ് ആ സ്റ്റേജിലുള്ള ഏതോ ഒരു വക്കീലിനെ സംബന്ധിച്ചാണ് അയാൾ പറയുന്നത്. ഈ രൂപത്തിൽ പച്ചക്കളവ് പറഞ്ഞ് സമുദായത്തെ പറ്റിക്കുക. കുറഞ്ഞ പത്രസമ്മേളനം വരട്ടെ, എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ അങ്ങനെ പ്രത്യേകമായിട്ട് ഒരാളെ പരാജയപ്പെടുത്താനൊന്നും പറഞ്ഞിട്ടില്ല. വരട്ടെ, കൊലപാതകത്തിന് കൂട്ടുന്ന ആളെ പരാജയപ്പെടുത്തുകയാണ് വേണ്ടത് എന്നും ആണ് എനിക്ക് ഞങ്ങളുടെ അഭിപ്രായം. ആ പ്രയോഗം തന്നെ തെറ്റാൻ. ആ കൊലപാതകവുമായി അഡ്വക്കറ്റ് ശംസുദ്ദീൻ എന്നല്ലേ സാഹിബിന് യാതൊരു ബന്ധവുമില്ല. എന്തെയാണ് പറഞ്ഞത്? കൊലപാതകവുമായി ബന്ധപ്പെട്ട ആള് അങ്ങനല്ല, അതിന്റെ സത്യാവസ്ഥ വേറെയാണ്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ പറയും. അദ്ദേഹം പറയട്ടെ. എന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ അതൊരു പ്രഖ്യാപനമായിട്ടോ പ്രസ്താവനയായിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക വിഭാഗത്തിനെതിരായി ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ചില വ്യക്തികളൊക്കെ ജയിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്റെ പരിസരത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അത് വളരെ വ്യക്തമാണ്. ചില വ്യക്തികളെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആഹ്വാനം കൊടുത്തിട്ടുണ്ട്. അതാണ് നേരത്തെ പത്രക്കാരൻ ചോദിച്ചത്, ആരൊക്കെയാണ് ആ വ്യക്തികൾ? ആ വ്യക്തികൾ അദ്ദേഹം പറഞ്ഞില്ല. കാരണം ജയിച്ചതിന് ശേഷം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണതിന് ശേഷം കാര്യങ്ങൾ പറയാം എന്നാണ് അദ്ദേഹം വെച്ചിട്ടുള്ളത്. ഏതായിരിക്കട്ടെ, അങ്ങനെ മണ്ണാർക്കാട് സംശുദ്ധിയെ പരാജയപ്പെടുത്താൻ ഞാനോ ഞങ്ങളോ അങ്ങനത്തെ ആഹ്വാനം ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞുപോയി എന്ന് മാത്രം. എന്നാലിരിക്കട്ടെ, തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മർക്കസിൽ വെച്ചുകൊണ്ട് നടന്നൊരു പരിപാടി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ മുൻനിരയിരിക്കുന്നുണ്ട്. അവർക്കുണ്ട് എന്ന് പറയപ്പെടുന്ന മുസാഫിറയുടെ പ്രധാനപ്പെട്ട ഒരാള് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, അദ്ദേഹം വ്യക്തമായ വേദിയിൽ വെച്ച് പറയുന്നു. എന്താ അദ്ദേഹം പറഞ്ഞത് അറിയുന്നത്? മണ്ണാർക്കാട് അടക്കമുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനും കൃത്യമായ നിലപാട് സ്വീകരിക്കാനും ഉസ്താദെ അങ്ങ് പറഞ്ഞ ആഹ്വാനം, അങ്ങ് ഞങ്ങളോട് പറഞ്ഞ ആഹ്വാനം ഞങ്ങൾ ശിരസാവഹിച്ച് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയമുണ്ടാക്കി തീർക്കുമെന്ന് കാന്തപുരത്തെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഹുസൈൻ സഖാഫി പറഞ്ഞിട്ടുള്ളത്. അയാളപ്പ പറയണ്ടേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് അയാൾ തിരുത്തിയിട്ടില്ല. പറയട്ടെ, ആഹ്വാനം നൽകിയാൽ അത് മണ്ണാർക്കാടാണെങ്കിലും പാലക്കാടാണെങ്കിലും എവിടെയാണെങ്കിലും ആ ആഹ്വാനം
എന്ന് പറഞ്ഞത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും. നടപ്പാക്കിയല്ല, ഇപ്പൊ അടുപ്പിലായി, ഒന്നായിട്ട് അടുപ്പിലായി. ഇപ്പൊ ഒറ്റൊന്നിനും കാണാനില്ല. അപ്പൊ കേൾക്കണം എന്താ, നിങ്ങൾ മണ്ണാർവാട് ഭാഗത്തുള്ള ഒരൊറ്റ ഏപ്പിക്കാരും ആ പോത്ത് ദൂരെ ചാണം ദൂരെ കെട്ടുണ്ടല്ലോ, ആ കെട്ടണില്ല അത്രേ. ഇപ്പൊ തൊപ്പിട്ടാ നടക്കണേ. കാരണം ആ കെട്ട് കെട്ടിയത് മുഴുവൻ ആളുകൾ കുതിരാക്കുകയാണ്. ഒരു മൂല്യാണ് വണ്ടിയിൽ പോയി ആ കുട്ടികളെ പോയി കൈ കാണിച്ചു നോക്കുക, ഇതിൽ ഏപ്പിക്കാരുണ്ട്. ഞങ്ങളാരും ഏപ്പിക്കാരല്ല, ഒരൊറ്റ ഏപ്പിക്കാരുമില്ല, ഒരൊറ്റൊന്നും ഉണ്ടെന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ നിലയ്ക്ക് സമുദായത്തിനുള്ളിൽ മാനം കെട്ടു. പറയട്ടെ, ഞങ്ങൾ റെഡിയാണ് എന്ന് പ്രഖ്യാപിച്ച് മർക്കസിന്റെ പരിപാടികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. വല്ലാത്ത വിജയം തന്നെ. നിങ്ങൾ ഒറ്റൊന്നിനെ ദുആക്ക് ഇജാബത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഈ നോളോളി ഹൽക്കിനുള്ളത് ഹംസ കപാടെ കണ്ട് നമ്മൾ പലരും ബേജാറായിനി. പക്ഷെ നിങ്ങൾ ഒറ്റൊന്നിനെ ദുആക്ക് ഉത്തരം കിട്ടൂലാന്ന് മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ് കഴിയലോടുകൂടെ നമുക്ക് ബോധ്യപ്പെട്ടു. ഇൻഷാ അല്ലാഹ് ദുആക്ക് കേൾപ്പിച്ചുതരാം. പറയട്ടെ, അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. അസ്ഹാബുൽ ബദറിനെ ഇറക്കിക്കൊണ്ട് മലായികത്തിനെ വിജയിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ അല്ലാഹുവിനോട് തന്നെയാ പറയുന്നത്. ആളുടെ കരം നോക്കിയിട്ടല്ല, പാർട്ടിയുടെ ശക്തി നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ പരിപാടികൾ ഒരുമിച്ച് കൂടുന്ന ആൾക്കൂട്ടത്തെ കണ്ടിട്ടല്ല. നിങ്ങൾ ആളുടെ ബലം നോക്കിയിട്ടല്ല, പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾക്കൂട്ടം കണ്ടിട്ടല്ല, മനക്കിനെ കണ്ടിട്ടാ പോലെ ഇറങ്ങിയത്. സംഘങ്ങള് ജനങ്ങളെ കണ്ടിട്ടല്ല ഞങ്ങൾ ഇറങ്ങിയത് എന്നായി സാധു പറയുന്നത്. മലക്കിനെ കണ്ടിട്ട് അങ്ങനെ മനക്ക് ഇറങ്ങി മണ്ണാർക്കാട്. പക്ഷെ ഇവര് ചിഹ്നം പറഞ്ഞു കൊടുക്കില്ല. മനക്ക് വന്നിട്ടൊക്കെ അവരുടെ സംസ്കൃതിയിലാണ് കുത്തി. നാം മനക്കളോട് പറയേണ്ട ചിഹ്നം എന്നതാണെന്ന് മനക്കളോട് ചിഹ്നം പറഞ്ഞു കൊടുത്തില്ല. മനക്കൾ സ്വപ്പായിട്ട് തോന്നുന്നു 1-ാം നമ്പർ സംസ്കൃതിയിലാണ് കുത്തി കോണി കയറിയാണ് സ്വർഗത്തിക്കാണ്ട് പോവുകയും ചെയ്തത്. ഇന്നങ്ങനെ മനക്കൾ ഇറങ്ങാൻ തുറക്കുമ്പോൾ മനക്കൾക്ക് സ്ലിപ്പെങ്കിലും കൊടുക്കണ്ടേ? മനക്കൾക്ക് ഒരു സ്ലിപ്പും കൊടുത്തില്ല, ചിഹ്നം പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ പിന്നെ നമുക്ക് ഓർമ്മ മനക്കൾ കോണി കണ്ട പരിചയമുള്ളൂ. കാരണം കയറിപ്പോണ സ്വർഗത്തേക്ക് കയറിപ്പോണതാണല്ലോ. പിന്നെ അവർക്ക് അമളി പറ്റിയത്. അവ ജനങ്ങളെ കണ്ടിട്ടല്ല, സമ്മേളനങ്ങൾ പങ്കെടുക്കുന്ന ആളുകളെ കണ്ടിട്ടല്ല, അന്ന് പറച്ചോനെ മനക്കളെ കണ്ടിട്ടാണ്. സാധുക്കൾ നിങ്ങളൊക്കെ ഈ കോലത്തിലായാലും നമുക്ക് വല്ലാതെ സങ്കടമുണ്ട്. ഈ ഏർപ്പാട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇജാതി ഏർപ്പാട് നമ്മളിതുവരെ കണ്ടിട്ടില്ല. മറിച്ച് أنت الرب المستعان على ما يصفون أنت الرب المستعان على ما يفعلون أنت الرب المستعان على ما يفترون. എല്ലാത്തിനും ഭർത്താവേ നിന്നോട് മാത്രമേ ഞങ്ങൾക്ക് സഹായം തരാനുള്ളൂ. യാ ഹയ്യു യാ ഖയ്യൂം റഹ്മതിക നസ്തഗീസ്. പടച്ചവനെ, നിന്റെ സഹായം ഏറ്റവും അത്യാവശ്യമായി വന്ന ഒരു സമയമാണ്. ആ സഹായം തന്നുകൊണ്ട് ദീനീ പ്രവർത്തകർക്ക് എരിയും ദീനീ പ്രവർത്തനത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാക്കി ഇലക്ഷനെ മാറ്റിത്താണ് റഹ്മാനെ. അള്ളാഹ് മാറ്റി, ഇലക്ഷൻ അള്ളാഹു നല്ലോണം മാറ്റി. മനസ്സിലായില്ലേ? അവ ഏതായിരിക്കട്ടെ, മണ്ണാർക്കാട് സമസ്തയുടെ പ്രവർത്തകന്മാരെ അമർച്ച ചെയ്യാൻ ഒരു ഭാഗത്ത് ഇരുത്താൻ വേണ്ടി കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. അതിന്റെ ഭാഗമായി ദിക്റുൽ സമ്മേളനങ്ങൾ മുതൽ ഒഴിവാക്കിയ എല്ലാ സ്ഥലങ്ങളും മണ്ണാർക്കാട് മാത്രം ദുആയില് ശംസുദ്ദീൻ തോൽക്കാൻ വേണ്ടി, ശംസുദ്ദീനെ എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടി, ശംസുദ്ദീന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയിട്ട് ദിക്റുൽ ദുആ സമ്മേളനം, സ്പെഷ്യൽ കുത്തുബിയത്ത്, അദ്ദേഹത്തിന്റെ പേരിൽ മാനപ്പാട്ടുകളിറക്കി. അതുപോലെ തന്നെ മജ്‌ലിസുന്നൂറിന് ചെല്ലുന്ന ദിക്റിന്റെ അതേ ഈണത്തിൽ പാട്ടുകളിറക്കി. സുബ്ഹാനല്ലാഹ്, ബദരീകളെ തവസ്സുൽ ചെയ്ത് പാട്ടുകളിറക്കി. അതുപോലെ തന്നെ നേർച്ച നടത്തി. നേർച്ചപ്പെട്ടിയിൽ വന്നിങ്ങനെ പൈസ കണ്ടാ തോന്നും 19-ാം തീയതി എണ്ണുന്ന നേർച്ചപ്പെട്ടിയിൽ പൈസ എന്നൊക്കെ തോന്നിപ്പോകും. ആ രൂപത്തിൽ നേർച്ചപ്പെട്ടിയിൽ പൈസ ഇടാൻ തുടങ്ങി, അരി വിതരണം ചെയ്യാൻ തുടങ്ങി. എത്രത്തോളം കോഴിമുട്ടകളിൽ പോലും കൂടോത്രം ചെയ്ത് മണ്ണാർക്കാട് മണ്ഡലത്തിൽ കോഴിമുട്ട കിട്ടാത്ത സാഹചര്യം വന്നു. ഈ രൂപത്തിൽ എല്ലാ കളിയും കളിച്ചു. അതുപോലെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള സിയാറത്ത് ടൂറിൽ പ്രത്യേക ദുആ നടത്തി. ഞാൻ ഈ സമയത്ത് മക്കയിലാണ് ഉണ്ടായിരുന്നത്. അവിടൊക്കെ സജീവമായി ചർച്ചയായിരുന്നു. എത്രത്തോളം കേരളത്തിൽ നിന്ന് വന്നിരുന്ന ചില ഉംറ ഗ്രൂപ്പുകളിൽ അമീറന്മാരായി വന്നവർ പോലും ഉംറയ്ക്ക് വന്ന ആളുകളെ പോലും ചൂഷണം ചെയ്ത് മലയാളത്തിൽ വരുന്നതാണ് മണ്ണാർക്കാട് വിഷയം മാത്രം അറബിയിൽ പോയായിരുന്ന സാധുക്കളെ കൊണ്ട് ആമീൻ അറിയിപ്പിച്ചു. എല്ലാ പണിയും നടത്തി. സുബ്ഹാനല്ലാഹ്, അവസാനം എന്തായത്? പടച്ചറബ് സത്യത്തെ വിജയിപ്പിച്ചു.
ഇവരുടെ തെമ്മാടിത്തരങ്ങൾക്കും തോന്നിവാസങ്ങൾക്കും പടച്ചറപ്പ് കൂട്ടുനിന്നില്ല. മഹാന്മാരായ അസ്ഹാബുൽ ബദറും കൂട്ടുനിന്നില്ല. അവരുടെ പിന്തുണയും അവരുടെ സഹായങ്ങളും നിങ്ങൾക്കില്ലെന്ന് ബോധ്യപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്നതാണ് സത്യത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. സംഗതി ഇതൊന്നുമല്ല. ഇയാളെ സോക്കടം കാര്യങ്ങള് അത് അദ്ദേഹത്തിന് നാക്കുകൾ കൊഞ്ഞാടിപ്പോയി. ഇയാളെ സോക്കടം പത്രക്കാരോട് ഇയാൾ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പം എല്ലാ മുസ്ലിം പാർട്ടികളും ഒന്ന് ഏകോപിപ്പിക്കുക. അത് നിങ്ങൾ നേതൃത്വം കൊടുത്താൽ മതി. അതായത് പത്രക്കാരോട് പറയാം, എല്ലാ മുസ്ലിം പാർട്ടികളും ഏകോപിപ്പിക്കുക. എന്നിട്ടോ ഇങ്ങനെ നേതാവാക്കിക്കോളി, ഞാൻ നയിച്ചോളാം. നല്ല മട്ടായി പോയി. ഇയാൾ പറയാം, ഞാനതിന്റെ നേതാവാ, ഇന്ന നേതാവാക്കിയ ഞാനതിന്റെ നേതൃത്വം ഏറ്റെടുത്തോളാം, എല്ലാ പാർട്ടിക്കാര്യങ്ങളും ഒന്നിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് നാക്കെടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് ഇയാൾ പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലട്ടോ. അതും ആ വാക്കും പത്രക്കാരത്ത് കേട്ടുള്ള ചിരിയും ഒക്കെ ഒന്ന് കാണിക്കാണ്. അക്കൗണ്ട് തുറന്നത് മതേതര വോട്ടുകൾ ഭിന്നിച്ചതുകൊണ്ടാണ്. മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന BJP അക്കൗണ്ട് തുറന്നത് മതേതര വോട്ടുകൾ ഭിന്നിച്ചതുകൊണ്ടാണ്. മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന ചെറുപാർട്ടികൾ കൂടി ഇതിന് ആക്കം കൂട്ടുന്നില്ലേ എന്ന ആശങ്കയ്ക്ക് കാന്തപുരത്തിന്റെ മറുപടി ഇതായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് ഒറ്റ പാർട്ടിയാവാൻ വേണ്ടി ശ്രമിക്കണം. മുസ്ലിങ്ങൾ ഭിന്നിക്കാതെ ഒറ്റ പാർട്ടിയാവാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളും എല്ലാവരും സഹായിച്ചാൽ ഞാൻ മുമ്പിൽ നിൽക്കാം. ഇയാൾ എന്താ ചെയ്യേണ്ട? നീര് വെച്ചാത്ത മക്കളോട് പുറത്തടിച്ചിട്ട് ഊളമ്പാറും വരെ അലച്ചിക്കണ്ടേ? എന്തായാണ് പറഞ്ഞത്? അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ മുസ്ലിം പാർട്ടികളൊക്കെ അവിടെ ഒന്നിക്കുക. നിങ്ങൾ ഇന്ന നേതാവാക്കുക. നായ്ക്കൂറൊക്കെ പൂച്ച കാവലും നല്ല മട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒന്നായിട്ട് അതിന്റെ BJPക്ക് ഒന്നായിട്ട് കേൾക്കാണ്ട് തീരെഴുതി കൊടുക്കുക അല്ലേ? നിങ്ങൾ കുറെ പണികൾ എടുത്തിട്ടുണ്ട്. മണ്ണാർക്കാട് ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ സാഹിബിനെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാവിധ അടവുകളും നിങ്ങൾ നടത്തി. BJPയുടെ വോട്ട് നിങ്ങൾ വാങ്ങി. എന്നിട്ട് ശംസുദ്ദീനെതിരെ കുത്തുക. അതിന് പകരം ഞങ്ങൾ മഞ്ചേശ്വരത്ത് നിങ്ങളുടെ സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ വോട്ട് ചെയ്തോളാം. ആ നിലക്ക് പോലും നിങ്ങൾ വോട്ട് കച്ചവടം നടത്തി. പടച്ചറപ്പിലൊക്കെ കാണുന്നില്ലേ മോനെ കേൾക്കുന്നവരുടെ? BJP അക്കൗണ്ട് തുറന്നത് മതേതര വോട്ടുകൾ ഭിന്നിച്ചതുകൊണ്ടാണ്. മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന ചെറുപാർട്ടികൾ കൂടി ഇതിന് ആക്കം കൂട്ടുന്നില്ലേ എന്ന ആശങ്കയ്ക്ക് കാന്തപുരത്തിന്റെ മറുപടി ഇതായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് ഒറ്റ പാർട്ടിയാവാൻ വേണ്ടി ശ്രമിക്കണം. മുസ്ലിങ്ങൾ ഭിന്നിക്കാതെ ഒറ്റ പാർട്ടിയാവാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളും എല്ലാവരും സഹായിച്ചാൽ ഞാൻ മുമ്പിൽ നിൽക്കാം. മുസ്ലിം രാഷ്ട്രീയ കക്ഷികൾക്ക് ഒന്നാകാമെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം സമുദായ സംഘടനകൾക്ക് ഒന്നായിക്കൂടാ എന്ന ചോദ്യത്തോടെ കാന്തപുരം നിലപാട് മാറ്റി. ഒന്നിക്കണമെന്നല്ല, സമുദായ സംഘടന എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങളാണ്. അതിലെല്ലാവരും സംഘടിക്കാൻ കഴിയില്ല. ഒറ്റപ്പാർട്ടി എന്ന ആശയത്തെയും നേതൃവാഗ്ദാനത്തെയും കാന്തപുരം തള്ളി. അപ്പൊ കുറച്ച് അദ്ദേഹം നേരത്തെ പറഞ്ഞു, ഞാൻ നേതൃത്വ സ്ഥാനത്ത് നിന്നോളാം, നിങ്ങൾ പാർട്ടികളൊക്കെ ഒന്ന് ഒന്നിപ്പിച്ചാൽ മതി. അപ്പൊ അതിനെ സംബന്ധിച്ച് രണ്ടാമത് ചോദിച്ചവന്മാരാണ്, ഞാൻ അങ്ങനെ മുന്നിൽ നിൽക്കൂലെന്നാ പറഞ്ഞത്. നോക്കണങ്ങള് സംഘടന എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങളാണ്. അതിലെല്ലാവരും സംഘടിക്കാൻ കഴിയില്ല. ഒറ്റപ്പാർട്ടി എന്ന ആശയത്തെയും നേതൃവാഗ്ദാനത്തെയും കാന്തപുരം തള്ളി. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ചോദിച്ചതാണ് ഒരു പാർട്ടി ആയിക്കൂടെ. അയാൾ പറഞ്ഞു കൊടുക്കൂല എന്ന് പറഞ്ഞു. എന്താ ഇയാൾ പറഞ്ഞത്? പത്രക്കാർ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഒരു പാർട്ടി ആക്കിക്കോളാന്ന് ഇയാൾ ചോദിച്ചതല്ലാണ്ട് ഇയാൾ ചോദിച്ചതാണ്. അങ്ങോട്ട് നിങ്ങളൊക്കെ പാടം മുൻകരുത്ത് ഒറ്റപ്പാർട്ടി ആക്കിക്കോളി, ഞാൻ മുന്നിൽ നിന്നോളാം. ഇപ്പൊ ഇയാളെന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞില്ലൊക്കെ പാടം ഒറ്റപ്പാർട്ടി ആക്കി തരാം നിങ്ങൾ പറഞ്ഞില്ലേ. ഇതിനൊന്നും മരുന്നില്ല. ഇതൊക്കെ സഹിക്കല്ല. അതൊന്നും തലക്കൊന്നും പറ്റ വേറെ വിഷയമുണ്ട് മറ്റേ. BJP അക്കൗണ്ട് തുറന്നത് മതേതര വോട്ടുകൾ ഭിന്നിച്ചതുകൊണ്ടാണ്. മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന ചെറുപാർട്ടികൾ കൂടി ഇതിന് ആക്കം കൂട്ടുന്നില്ലേ എന്ന ആശങ്കയ്ക്ക് കാന്തപുരത്തിന്റെ മറുപടി ഇതായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് ഒറ്റ പാർട്ടിയാവാൻ വേണ്ടി ശ്രമിക്കണം. മുസ്ലിങ്ങൾ ഭിന്നിക്കാതെ ഒറ്റ പാർട്ടിയാവാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളും എല്ലാവരും സഹായിച്ചാൽ ഞാൻ മുമ്പിൽ നിൽക്കാം. മുസ്ലിം രാഷ്ട്രീയ കക്ഷികൾക്ക് ഒന്നാകാമെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം സമുദായ സംഘടനകൾക്ക് ഒന്നായിക്കൂടാ എന്ന ചോദ്യത്തോടെ കാന്തപുരം നിലപാട് മാറ്റി. ഒന്നിക്കണമെന്നല്ല, സമുദായ സംഘടന എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങളാണ്. അതിലെല്ലാവരും സംഘടിക്കാൻ കഴിയില്ല. ഒറ്റപ്പാർട്ടി എന്ന ആശയത്തെയും നേതൃവാഗ്ദാനത്തെയും കാന്തപുരം തള്ളി. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ചോദിച്ചതാണ് ഒരു പാർട്ടി ആയിക്കൂടെ. അയാൾ പറഞ്ഞു കൊടുക്കൂലെന്ന് പറഞ്ഞു.
ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. നേതൃത്വം കൊടുക്കൂലാണ് ഞാൻ പറഞ്ഞത്. ഈ രൂപത്തിൽ സെക്കൻഡിന് ആദ്യം പറഞ്ഞിട്ട് നാവിന്റെ നനവുണങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? കളവ് പറയുന്നതിന് അതിർത്തി വേണം. കാന്തപുരത്തോട് അന്ന് പറഞ്ഞതാണ്, ഇങ്ങനെ കളവ് പറയാൻ പാടില്ല. ഇങ്ങനെ കളവ് പറഞ്ഞാൽ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നവർ ഈ രൂപത്തിൽ കളവ് പറഞ്ഞാൽ അനുയായികൾ പിന്നെ ഏത് രൂപത്തിൽ പറയും? ഏതായിരിക്കട്ടെ, ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് MLA ശംസുദ്ദീൻ സാഹിബിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇവർ ചെയ്ത തരംതാഴ്ന്ന പരിപാടികൾ കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നടന്ന ആദർശ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ സാഹിബ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനിവിടെ കേൾപ്പിക്കും. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തരംതാഴ്ന്ന പരിപാടികൾ ദിക്ർ ദുആ സമ്മേളനങ്ങളിൽ പോലും ഈ രൂപത്തിൽ ദുആ നടത്തി. ഒരു മുടിക്കുട്ടി ദുആർക്കുന്ന രംഗം നോക്കി നിങ്ങൾ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണല്ലോ. അല്ലാഹ്, അർഹമുറാഹിമായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെ നിന്റെ മുന്നിൽ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ചങ്കിലെ ചോരയായ ജീവന്റെ തുടിപ്പായ കർളിന്റെ കാതലായ ഞങ്ങളുടെ നേതാവ് അശറഫ് ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് നിന്നോട് ഞങ്ങൾ ദുആ ചെയ്യുന്നു. അല്ലാഹ്, മണ്ണാർക്കാട്ടിലുള്ള ഞങ്ങളുടെ ശത്രുവിനെ നീ പരാജയപ്പെടുത്തണം. അല്ലാഹ്, ഇവരുടെ ദ്വാര കട്ടിക്കൂടുന്നതനുസരിച്ച് ശംസുദ്ദീൻ സാഹിബിന്റെ വീടിങ്ങനെ കൂടി. ഇവരിങ്ങനെ ദ്വാർക്കാൻ പാടില്ലായിരുന്നു. നീ പരാജയപ്പെടുത്തണം. അല്ലാഹ്, ശംസുദ്ദീൻ എന്ന് പറയുന്നവനെ നീ പരാജയപ്പെടുത്തണം. അല്ലാഹ്, നീ ഞങ്ങളെ വശലാക്കല്ലേ. അല്ലാഹ്, വശലായില്ല അല്ലേ? വശല് ഇത് താഴെ കൊട്ട കാട്ടിക്കൊണ്ട് തെങ്ങിനിടാൻ മാത്രം വളമ കിട്ടും. ആ രൂപത്തിൽ വൃത്തി പിടിച്ചിട്ടാണ് വരയ്ക്കുന്നത്. എങ്ങനെ അള്ളാഹുത്തന്നെ ഇതൊക്കെ സ്വീകരിക്കല്? വശലാക്കല്ല, ഇത് വശലായിട്ടില്ല. നമ്മുടെ നേതാക്കന്മാരെ നീ വശലാക്കല്ലേ. അല്ലാഹ്, ഓലും വശലായില്ല. ഒരു ഒറ്റ മിന്നെ കാണാനില്ല. എവിടുത്തെ പോയതൊക്കെ കാന്തപുരം കൂടുള്ള നേതാക്കന്മാരും കയ്യിൽ കായുള്ളതുകൊണ്ട് അതിന് ടിക്കറ്റ് എടുത്താൽ കണ്ടറിഞ്ഞാൽ ഓല് മേപ്പെട്ട് പോയി. ബാക്കിയുള്ളവരെ ഇവിടെ കറന്നിന് മുഴുവൻ കേൾക്കുകയാണ്, നിർവൃത്തിയില്ല. മദ്രസക്ക് ചില സ്ഥലത്തൊക്കെ ലീവ് കൊടുത്തുകൊണ്ടാണ് കേൾക്കുന്നത്. കാരണം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാര് മദ്രസ പോലെ വൈക്കരികളെ കാത്തിക്കാണ്. എന്തായിന്ന് അത് കേൾക്കാനാവില്ലെന്ന് കരുതിയിട്ട് മദ്രസക്ക് ലീവ് കൊടുത്തിട്ടുണ്ട് ചില സ്ഥലങ്ങളില്ലേ. പൊന്നാര ചങ്ങായിമാരെ, മാനും മര്യാദ ഉണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ ഇനി നിങ്ങൾ അവിടെ നിൽക്കാൻ പാടില്ല. ഇങ്ങോട്ട് വരില്ലെന്ന് പറയണില്ല, അവിടെ നിൽക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയണത്. റബ്ബേ, നിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കണമെങ്കിൽ അവനെ നീ പരാജയപ്പെടുത്തണമല്ലോ. അല്ലാഹ്, അവൻ പരാജയപ്പെടണമല്ലോ. അല്ലാഹ്, ഏതായിരിക്കേണ്ട സമയം കാണുന്നില്ല. ഈ രൂപത്തിൽ ദിക്ർ ദുആ സമ്മേളനങ്ങളെപ്പോഴും ദുരുപയോഗം ചെയ്തു. മാത്രമല്ല മഹാന്മാരായ ബദ്രീങ്ങളെ പരിഹസിച്ചു. കേരളത്തിന്റെ അകത്തും പുറത്തുമായി ആയിരക്കണക്കിന് ആത്മീയ സദസ്സുകൾ, മജ്ലിസ് നൂറിന്റെ സദസ്സുകൾ, നമ്മൾക്കൊക്കെ ആത്മനിർവൃതി നൽകുന്ന, ആത്മീയമായി നമ്മൾക്ക് ഉന്നതിയിലെത്താൻ കഴിയുന്ന ആത്മീയമായ സദസ്സുകൾ, മജ്ലിസ് നൂറിന്റെ സദസ്സുകൾ, ആയിരക്കണക്കായ ആളുകൾ അതിലേക്ക് കടന്നു വരുന്നു. അതിന്റെ ഫലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ മജ്ലിസ് നൂർ ചെല്ലുന്ന ബൈറ്റിന്റെ രീതിയിൽ പോലും പാട്ടുണ്ടാക്കി ബദരീങ്ങളെ പോലും നിങ്ങൾ അപഹസിച്ചു. കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നടന്ന പ്രസംഗത്തിൽ ബഹുമാന്യനായ ശംസുദ്ദീൻ സാഹിബ് അത് എടുത്തു പറഞ്ഞു. ഞാനതിവിടെ കേൾപ്പിക്കും. ആ ബദരീങ്ങളൊക്കെ പരിഹസിച്ചതിന്റെ തിക്തഫലമാണ് നിങ്ങൾ അവിടെ അനുഭവിച്ചിട്ടുള്ളത്. വരട്ടെ, നിങ്ങളൊന്ന് കേൾക്കിയത്. 16 ലക്ഷം നടന്നിടും മണ്ണാർക്കാട് ശംസുവും നിന്നിടും നേരം പഴയനവൻ തോൽക്കുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മരണങ്ങൾ പലതും മാറിടും, കൊലപാതകങ്ങൾ കൂടിടും, കുടുങ്ങുന്ന പാവം ജനതയ്ക്കായി ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ
കല്ലാങ്കുഴി നൂറുദ്ദീനും ധീര ഷഹീദാം ഹംസയും കുരുന്നു മക്കളെ രക്ഷക്കായി ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ. കല്ലാങ്കുഴിയത്തെ ശ്രോതാക്കന്മാരാണെങ്കിൽ ഇവിടെ മക്ബറ കെട്ടിയാൽ തീരൂല. കാരണം അജാതി ശ്രോതാക്കന്മാർ കൂടുതലുണ്ട്. ഞാൻ ആ വിഷയത്തിൽ കടക്കുന്നില്ല. കല്ലാങ്കുഴി കൊലപാതകത്തിൽ മരണപ്പെട്ടു പോയ രണ്ടാളുകൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കൊലപാതകമായിരുന്നു. പക്ഷേ എന്തിന്റെ പേരിലാണ് നടന്നത്? അതിൽ മരണപ്പെട്ടുപോയ ഒരാള് സ്വന്തം ഭാര്യയെ കുളിമുറിയിലിട്ടിട്ട് വെട്ടിക്കൊന്നവനാണ് ഒരാള്, ഒരു ശുഹദാവ്. മറ്റവന് പടിഞ്ഞാട്ടിന്റെ കേക്കോട്ടെ മുതലുള്ള രണ്ടാമത്തെ ശുഹദാവ്. ഇതാണ് നിങ്ങൾ ശുഹദാക്കന്മാരെ കൊണ്ടുവന്നതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ രൂപത്തിൽ മഹാന്മാരായ ബദരീങ്ങളെയും ദിക്റുദുആ സദസ്സുകളെയും മുഴുവനും മദീമസമാക്കി നാളിതുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ കേരളീയ സമുദായത്തെ, കേരളീയ സംസ്കാരത്തെ, ദീനിന്റെ സംസ്കാരത്തെ നിങ്ങൾ പാടെ വ്യതിചരിച്ചു കളഞ്ഞു. അതിന്റെ ചിത്രഫലമാണ്. ഒരു വലിയൊരു നേതാവുണ്ട്, നേതൃത്വം കൊടുക്കുന്നതാണ് ബായാർ തങ്ങള്. ബായാർ തങ്ങളുടെ പ്രത്യേക ഇജാസത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തലേന്ന് എല്ലാ മുടിക്കുട്ടികൾക്കും ഇജാസത്ത്. എന്താ ഇജാസത്ത് കാര്യങ്ങള്? നാളെ സുബഹിക്കല്ലാതെ വോട്ട് നടക്കുന്ന, തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്ന് സുബഹിക്ക് ഒരാൾ നിസ്കാരം കളാക്കരുത്, സുബഹിസ്കാരം കളാക്കരുത്. മാത്രമല്ല എല്ലാവരും 111 സൂറത്തുൻ നസ്ർ ഓതിയിട്ട് വോട്ട് ചെയ്യാൻ പോകണം എന്ന വിജയം നിങ്ങൾക്കുറപ്പാണ് എന്ന വസിയത്ത് പ്രവർത്തകന്മാർക്ക് കൊടുത്തു. എല്ലാവരും പെരേന്നറിഞ്ഞിട്ട് ഇമ്മരപ്പെടുമ്പോ നിന്നിട്ട് ഇങ്ങനെ ചെല്ലാണ്. ഉമ്മ ചോദിച്ചു എന്താക്കി പോണില്ലേ? അപ്പൊ ഇവൻ 111 സൂറത്തുൽ നസ്ർ ഓതാണ്. ആ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ പോകാനായിട്ടില്ല, നിങ്ങൾ തങ്ങൾക്കാവ് പറഞ്ഞിട്ടുണ്ട് 101 സൂറത്തുൽ നസ്ർ. അങ്ങനെ 101 സൂറത്തുൽ നസ്ർ ഓരോരുത്തരും ഓതി അങ്ങനെ പോയിട്ട് വോട്ട് ഇവര് കുത്തി കരുതി. എന്താ നിങ്ങള് അങ്ങനെ 101 സൂറത്തുൽ നസ്ർ പോയിട്ട് ഒരുത്തരാണ് കുത്തിയത്. 101 വോട്ടായിട്ട് ഗുണിച്ചുകൊണ്ട് വരുന്ന അവന് കരുതിയത്. അങ്ങനെ ഇവർ പ്രചരിപ്പിച്ചു. വോട്ടൊരാൾ ചെയ്തു പോകുന്ന പുറത്തിറങ്ങുക, പിന്നെ ഒച്ച കേൾക്കുകയാണ്. അതിന്റെ മലക്കൾ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം സൂറത്തുൽ നസ്റിന്റെ ബർക്കത്തുകൊണ്ട് നോക്കിങ്ങള് ഈ സന്ദേശം നേതാക്കന്മാർ വഴി അണികളിലെത്തി വ്യാപകമായിട്ട് ഈ രൂപത്തിൽ ശംസുദ്ദീൻ സാഹിബ് പരാജയപ്പെടാൻ വേണ്ടിയിട്ട് കൈനടക്കം അവർ ചെയ്തു. ആ നിർദ്ദേശം എസ്എസ്എഫിന്റെ നേതാക്കന്മാരിൽ പ്രമുഖനായ മുഹമ്മദ് അലി അൽ ഹസനി എന്ന് പറയുന്നവരുടെ നേതാവ് പ്രവർത്തകന്മാരെ ഈ വിഷയം അറിയിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ, ഞാൻ മുഹമ്മദ് അലി അൽ ഹസൻ പാലക്കാടിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. നിങ്ങൾ പ്രത്യേക കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് വോയിസിൽ വന്നത്. നമ്മുടെ വളരെ അടുത്ത സുഹൃത്തും നമ്മളെല്ലാവരും വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനിയായ അബ്ദുറഹ്മാൻ തങ്ങൾ ബായാർത്ഥങ്ങൾ തങ്ങൾക്ക് ഞാൻ ഇന്ന് അസറിന് ശേഷം വിളിച്ചിരുന്നു. തങ്ങളുമായിട്ട് സംസാരിച്ചു. നമ്മുടെ മുന്നാർക്ക് അടുത്ത വിഷയങ്ങളൊക്കെ തങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ പ്രവർത്തകരോടെല്ലാം തങ്ങൾ ഒരു പ്രത്യേക വസിയത്ത് ചെയ്തിട്ടുണ്ട്. നാളെല്ലാവരും വോട്ടിന് പോകുന്നതിന് മുമ്പ് സുബഹിസ്കാരം കഴിഞ്ഞു ഒരു 111 പ്രാവശ്യം സൂറത്തുൽ നസ്ർ ഇദാ നസ്റുല്ലാഹി ഫതഹ് എന്ന സൂറത്ത് ഓതിയിട്ട് നമ്മുടെ പ്രവർത്തകരെല്ലാം വോട്ട് ചെയ്യാൻ വേണ്ടി പോകണം. സുബഹിസ്കാരം ഒരിക്കലും നാളെ കലാകാതെ നിസ്കരിച്ചു ബാക്കിയുള്ള ദിവസം കള്ളാകുന്നതിന് കുഴപ്പമില്ല. നാളെ ഏതാണ് കള്ളാക്കരുത്. കാരണം ശംസുദ്ദീൻ സാഹിബ് തോൽക്കണമല്ലോ. അപ്പൊ നാളെ ആരും സുബഹി കള്ളാക്കരുത്. ബാക്കിയുള്ളൊക്കെ വാപ്പാനായാലും തരക്കൊടൊന്നുമില്ല. നാളെ ഇങ്ങനെ കള്ളാക്കാതെ സൂറത്തുൽ നസ്ർ ഓതണം. ഈ സൂറത്തുൽ നസ്ർ 111 പ്രാവശ്യം ഓതിയിട്ട് വോട്ട് ചെയ്യാൻ പോവുക. ഇൻഷാ അല്ലാഹ് വിജയം വളരെ എളുപ്പമാകും നമുക്ക് എന്ന് തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശംസുദ്ദീൻ സാഹിബാണ് എളുപ്പമാകുക എന്നുള്ളത് തങ്ങളിപ്പോൾ പറയാൻ വിട്ടേക്കാരോ. എല്ലാ പ്രവർത്തകരോടും അറിയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇസ്സത്ത് അല്ലാഹു ഖിയാമത്ത് നാളെ വരെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പക്ഷെ അതുണ്ടെങ്കിലല്ലേ ചങ്ങായിയെ കാത്തു രക്ഷിക്കല്. കാരണം ആ സ്ഥാനം ആദ്യം തന്നെ ചെയ്യാം.
ഇസ്സത്ത് ഉണ്ടെങ്കിലല്ല ഇസ്സത്ത് പഠിച്ചോ കാത്തു സംരക്ഷിക്കല്. പക്ഷെ ആ സാധനം ആദ്യം നിന്ന് ഇല്ലാതായി പോയാൽ പിന്നെ ഇത് വേർന്നിട്ട് ഫലമല്ലോ. സൂക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോട് ദുരുപയോഗം ചെയ്തു. മിനിഞ്ഞാന്ന് മണ്ണാർക്കാട് വെച്ച് നടന്ന ആദർശ സമ്മേളനത്തിൽ മഹാബഹുമാനപ്പെട്ട സംസുദ്ദീൻ സാഹിബ് പറഞ്ഞത് ഈ ഒരൊറ്റ പ്രവർത്തനമാണ് എന്നെ വളരെ വേദനിപ്പിച്ചത് എന്നാണ്. ഈ രൂപത്തിൽ അദ്ദേഹത്തിന്റെ പേരുൾപ്പെടുത്തിക്കൊണ്ട് പാട്ടുകളും മാലകളും മൗലീദുകളൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ വന്നപ്പോ ഹിന്ദു സുഹൃത്തുക്കൾ അദ്ദേഹത്തിനത് കേൾപ്പിച്ചത്രേ. ഇതിങ്ങനെ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ദുആയും പിന്നെ അതുപോലെ തന്നെ മൗലീദുകളൊക്കെ കേൾപ്പിച്ചപ്പോ ഇവര് ചോദിച്ചത്ര അദ്ദേഹത്തോട്, ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെല്ലിയാൽ വല്ല കുഴപ്പം ഒക്കെ വരുമോ എന്ന് വരെ ഹിന്ദു സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് പറയട്ടെ. അദ്ദേഹം എത്രമാത്രം നാണം കെട്ടി ഇത് സമുദായങ്ങൾ ഒരു വാർത്തപ്പിലെ സാഹചര്യം ലഭിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ചെല്ലുണ്ടെങ്കിൽ സത്യത്തിലാണ് നമുക്കിപ്പോ വിശ്വാസമുണ്ട്. അതില് നന്മയും തിന്മയും ലാഭത്തിന്റെ പക്കലെന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം നമുക്കുണ്ടാവും. അതാണ് ആ വിശ്വാസത്തിന്റെ ഏറ്റവും സമുന്നതമായ സ്ഥാനം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ചെറിയ പിഞ്ചു മക്കളെ കൊണ്ട് നാളെയും മൂലൂതൊക്കെ ചെല്ലിച്ച് അതിന് വളരെ അന്ന് മഹാപണ്ഡിതരാണ്. അവരുടെ പാവങ്ങൾ അങ്ങനെ എന്റെ പേര് എന്റെ പേര് ഈ പകരെ തോൽപ്പിക്കണേ എന്ന് വാക്യം പാടില്ല. ബാക്കി അവരെ മോശദേശത്തിലാണ് സൂചിപ്പിച്ചതെങ്കിൽ അതൊക്കെ മഹത്തായ ആളുകളുടെ പേരുകളാണ്. അപ്പൊ അവിടെ നമ്മൾ പറയണം, ഇങ്ങനെ ഇതിനെ അപഹസിച്ചു ഇസ്ലാമികമായ പ്രാർത്ഥനകളെ, ഇസ്ലാമിന്റെ ആരാധനാകർമ്മങ്ങൾ പോലും ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ അപമാനിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സങ്കടം തോന്നിയത്. നിങ്ങളൊക്കെ നിലപാടെടുത്ത ആരെ പിന്തുണച്ചോട്ടെ, കാര്യമില്ല. പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ നമ്മുടെ വിശ്വാസത്തിന്റെ വിശ്വാസപരമായ സംഗതികളെ ഇത്രയേറെ അപഹാസ്യമായ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു വിശ്വാസി വേറൊരു വിശ്വാസിക്കെതിരെ ഒരു പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇറങ്ങാനുണ്ടാകാൻ പ്രയാസമുണ്ടാകാൻ മറ്റൊരു വിശ്വാസിക്കെതിരെ പ്രാർത്ഥന നിർവഹിക്കുന്നതോടുകൂടി തന്നെ അയാൾ വിശ്വാസപരമായി അപ്പുറത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അങ്ങനെ പണ്ഡിതനല്ല, വളരെ ചെറിയ പാമരനായ ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ മനസ്സിലാക്കിയതാണ്, ഞാനൊരു വിശ്വാസിക്കെതിരെ അയാൾക്കൊരു ഇറങ്ങി വരണം, ഒരു അനാഥ വരണം, അല്ലെങ്കിൽ ഇല്ലാത്ത കള്ളത്തരം കള്ളത്തരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അയാൾക്കെന്ന് പ്രാർത്ഥിക്കാം. ആരോടാ പ്രാർത്ഥിക്കുന്നത്? മരിക്കുന്നതായ അവരോട്. അവിടെ കള്ളത്തരം നടക്കില്ല, അവിടെ സത്യം എന്താണെന്ന് എന്താണെന്ന് കൃത്യമായ ബുദ്ധിയുള്ള എല്ലാവരോടാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനയെ നിങ്ങൾ അപമാനിച്ചില്ലേ? നോക്കിയാണ് ഒരു ദിവസം പോലും പള്ളി തീർത്തു പോകാത്ത ബഹുമാനനായ സംസുദ്ദീൻ സാഹിബിനുള്ള ആ വിവരം പോലും ഈ വിഷയത്തിൽ ഈ പാർട്ടി കെട്ടിക്കൊടുത്ത, ഈ മൗലൂദുണ്ടാക്കി കൊടുത്ത, ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ഈ സഖാഫികൾക്കില്ലാതെ പോയി എന്നത് പറയേണ്ടി വന്നതിൽ നമുക്ക് ഖേദമുണ്ട്. ഞാൻ കൂടുതൽ വിഷയത്തെ കടക്കുന്നില്ല. ഈ രൂപത്തിൽ വളരെ വിഷമകരമായ സാഹചര്യം ഉണ്ടാക്കി തീർത്തു. നോക്കൂ നിങ്ങൾ, ഇപ്പൊ ഞാൻ ദിക്റുദുആ സമ്മേളനത്തിന് ഇഷ്ടംപോലെ പെണ്ണുങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇനി SSFന്റെ ആളുകൾ മുടിക്കുട്ടികൾ എവിടെയെങ്കിലൊക്കെ ദിക്റുദുആ സംഘടിപ്പിച്ചാൽ പെണ്ണുങ്ങൾക്ക് പേടിയായിക്കാരം. പഠിച്ചോനേറ്റുകൾ ദ്വാരണ ഉത്തരം കിട്ടുക, ആ കാലത്ത് ദ്വാരത്തിന് മണ്ണേക്കാൾ ഉത്തരം കിട്ടിയിട്ടില്ല, ഈ ഇവിടത്തെ എങ്ങനെ ഉത്തരം കിട്ടുക എന്ന് ആളുകളുടെ മനസ്സിൽ തോന്നുന്ന രൂപത്തിൽ അപഹാസ്യരായി പോയി. അതുകൊണ്ടാണ് നേരത്തെ എറണാകുളത്തെ കുളിയണ്ടർ പറഞ്ഞത്, ചെറുപ്പം മുതൽ ഉസ്താദ് ഒരു കാര്യം മാറ്റി പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ കാലമത്രയുള്ള വിഷയങ്ങൾ മുഴുവനും മാറ്റി പറയലേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അടുത്തൊരു കാര്യം കൂടി ഓർമ്മിച്ച് മറ്റു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾക്കറിയാം, തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഒരു 3-4 മാസം മുമ്പ് അദ്ദേഹവുമായിട്ട് ചാനൽ ചർച്ച നടന്ന് ആ ചർച്ചയിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇനി നിങ്ങളുടെ അടുത്ത പ്ലാനുകൾ എന്തൊക്കെയാണ്, അടുത്ത പദ്ധതികൾ എന്തൊക്കെയാണ് അദ്ദേഹത്തോട് ചോദ്യം. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഇനി നോളജ് സിറ്റി ആയിട്ട് അങ്ങനെ പോകൽ തന്നെയാണ് പരിപാടി. അപ്പൊ അയാൾ ചോദിച്ചു, അല്ല നമ്മളെ പള്ളിപ്പെന്തായി? അദ്ദേഹം പറയാണ്, ആ നോളജ് സിറ്റിയിൽ ഇപ്പോൾ പള്ളിയില്ല. അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിക്കുന്ന, പോകട്ടെ, ആ മുടി എന്ന പദ്ധതിയിലൂടെ തന്നെയാണ് നിങ്ങളിപ്പോ പോകുന്നത്, അതല്ല നിങ്ങളത് മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും ആ മറുപടി ഒന്ന് കേൾക്കും. പറയുകയും ചെയ്യും. പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെ?
പുതിയ പ്രവർത്തനം നോളജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ ഒന്ന്. പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നു. ആളെ പരിചയപ്പെടുത്തണ്ടല്ലോ. പുതിയ പ്രവർത്തനം നോളജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ ഒന്ന്. പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. ഏതൊക്കെ നീർക്കോലി മുങ്ങിയതാ നിങ്ങളിവിടെ പ്രചരിപ്പിച്ചിരുന്ന നോളജ് സിറ്റിയുടെ മധ്യത്തിൽ പള്ളി ഉണ്ടാകുന്നതാണ്. അദ്ദേഹത്തോട് ചോദ്യം, ആ നോളജ് സിറ്റിയിൽ പള്ളിയുണ്ടോ? അതിൽ പള്ളിയില്ല. തൽക്കാലം ഒന്ന് വെച്ച് അദ്ദേഹം പറയട്ടെ. പുതിയ പ്രവർത്തനങ്ങൾ പുതിയ പ്രവർത്തനം നോളജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ ഒന്ന്. പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. എന്നാ പള്ളി എവിടെ നിങ്ങൾ പറഞ്ഞേരി? നിങ്ങൾ വേറെ കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ ആ പള്ളി ഞങ്ങൾ കോഴിക്കോട്ട് വേണ്ട നിർമ്മിക്കുന്ന കോഴിക്കോട് എവിടെ നിങ്ങൾ നിർമ്മിക്കണമെന്ന് തുടങ്ങിയിട്ടുണ്ടോ? എന്നാ നിങ്ങൾ തുടങ്ങുന്നത്? അപ്പൊ നിങ്ങൾ മുമ്പ് തറക്കല്ലിട്ടത് എന്തായിപ്പോയി? സമുദായത്തിന് മറുപടി പറഞ്ഞു തരണം. ഈ സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തി, പുണ്യപ്രവാചകന്റെ മേൽ തട്ടിപ്പ് നടത്തി, നിലയില്ലാ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നവനെ പോലെ ദുനിയാവിന്റെ അകത്തണത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നു. സമുദായത്തോട് മറുപടി പറയണം. പടത്തോട് വേറെ പറഞ്ഞോളി. കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ അത്തരത്തിലൊരു വിമർശനങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തനം മന്തി തൊടിക്കുകയോ കുറച്ചു സമയം ഞങ്ങൾ കാത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള അതിന്റെ സാമഗ്രികളൊക്കെ ഒരുക്കിക്കൊണ്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപേക്ഷകൾ വളരെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരംഭിച്ച് ഉടനെ എടുക്കും. കണ്ണുകള് 3-4 മാസം മുമ്പത്തെ പത്രസമ്മേളനമാണിത്. എന്താ അദ്ദേഹം പറഞ്ഞത്? പള്ളിക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ സ്വീകരിച്ചാൽ ഞങ്ങൾ പള്ളിന്റെ പണി തുടങ്ങും. ഇത് 4 മാസം മുമ്പത്തെ പത്രസമ്മേളനം. 4 കൊല്ലം മുമ്പ് പള്ളിക്ക് തറക്കല്ലിട്ടു. പണി തീരാനായതാ പറഞ്ഞത്. 4 മാസം മുമ്പ് ഇയാൾ പറഞ്ഞത് ഞങ്ങൾ അതിന് പിന്നെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ സ്വീകരിച്ചാൽ പണി ആരംഭിക്കുന്നതാണ്. ഏതാണ് നുണ എന്നുള്ളത് മൂപ്പർക്ക് തന്നെ അറിയുള്ളൂ, ഞമ്മക്കറിയില്ല. പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അടുത്ത ചോദ്യം, പ്രവാചകന്റെ മുടി എന്ന പദ്ധതിക്ക് തന്നെയാണോ അഥവാ ആ മുടി വെക്കുന്ന പള്ളി തന്നെയാണോ ഉണ്ടാക്കുന്നതെന്നാണ് ഇയാൾ ചോദിക്കുന്നത്. പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അതിപ്പോ പല ആസാറ് കോലം കാട്ടിത്തരാം. പറ്റേ എന്താ അദ്ദേഹം പറഞ്ഞത്? ചോദിക്കാൻ ആ മുടി എന്ന പദ്ധതിക്ക് തന്നെയാണ് നിങ്ങൾ കൊണ്ടുവന്നത്, ആ പള്ളി തന്നെയാണ് എടുക്കണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇയാളെ ഓയിലിച്ച് ആണെന്ന് പറയാതെ തന്റെയാണ് നഷ്ടപ്പെട്ടു പോയി. ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അതിപ്പോ പല ആസാർ എന്ന് പറയുന്ന അറബിയിൽ ഈ ആസാറുകൾ പ്രവാചകരുടെ മുടി മാത്രമല്ല വേറെ പലതും ഉണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ വെറുതെ മുടിഞ്ഞത്? ഞങ്ങള് മുടി മാത്രമല്ല വേറെ പലത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏതൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ളത്? അത് ഒരു പള്ളിയോടനുബന്ധിച്ച ഒരു പ്രത്യേക സ്പെഷ്യൽ കെട്ടിടമായിരിക്കും. കണ്ടങ്ങള് 4 കൊല്ലം മുമ്പ് ഇതേ മനുഷ്യനാണ് അയാളോട് ചോദിച്ചത്. അന്ന് അയാൾ പറഞ്ഞെന്താ, പള്ളിയുടെ മധ്യത്തിലുള്ള മുനാരത്തിന്റെ ഉള്ളിൽ, ആ മുനാരം നിൽക്കുന്നതിന്റെ താഴ്ഭാഗത്താണ് ഈ മുടി വെക്കുക. 4 കൊല്ലം കഴിഞ്ഞതിനെ ഇതേ മനുഷ്യൻ തന്നെ ചോദിച്ചു, ആ പള്ളിയുടെ ആ പദ്ധതി തന്നെയല്ലേ? അപ്പൊ ഞങ്ങൾ അതിൽ മുടി വെക്കൂല, സെപ്പറേറ്റ് വേറെ ബിൽഡിംഗ് ഉണ്ടാക്കും. അതിൽ ഇയാൾ അന്തം വിട്ട് വെക്കാൻ നിൽക്കുന്നത് നോക്കിങ്ങള്. പിന്നെ പിന്നൊന്നും ചോദിച്ചിട്ട് ഇയാൾ പറഞ്ഞാൽ നമ്മൾ നിർത്തല്ലേ നമസ്കാരം. കാരണം ഞാൻ അപ്പുറത്ത് പറയിച്ചാൽ അതിലേറെ മാനങ്ങളും നിർത്തിയിട്ടായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യൻ ഈ കോലത്തിൽ അധപ്പതിക്കാൻ പാടുണ്ടോ? അന്നവർ പ്രഖ്യാപിച്ചിരുന്ന ഫോട്ടോ എന്ന് നിങ്ങൾ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. ഒരു കളവും പറയാറില്ല, മാറ്റി പറയാറില്ല എന്നല്ലേ അന്നിവരെ പ്രചരിപ്പിച്ചിരുന്ന ഫോട്ടോ. നോക്കുങ്ങൾ 20, 50, 60 നിലയുള്ള ബിൽഡിങ്ങുകൾ ചുറ്റുഭാഗത്തും, മധ്യത്തിൽ നല്ല സുന്ദരമായൊരു പള്ളി. അതാണ് ഷാരെ മുബാറക് പള്ളി എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇന്നത് പോയി. അങ്ങനെ ഞങ്ങൾ പള്ളി നിർമ്മിക്കുന്നില്ല. അപ്പൊ മുടി എവിടെ വെക്കുമെന്ന് ചോദിച്ചപ്പോ സെപ്പറേറ്റ് ഞങ്ങൾ വേറെ ബിൽഡിംഗ് ഉണ്ടാക്കും എന്ന് പറയാൻ മാത്രം തരം താഴ്ന്ന ഒരു ഏർപ്പാടിലേക്ക് എത്തിപ്പെട്ടു. പടച്ച തമ്പുരാൻ നിങ്ങളെ കൊണ്ട് ഇതിലും ഇതപ്പുറവും ചെയ്യിക്കുകയും പറയിക്കുകയും ചെയ്യും. അതിന് കാരണം
മഹാനായ പണ്ഡിത ലോകത്തെ സൂര്യതേജസ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് എന്നൊരു മഹാനായ ഒരു മനുഷ്യൻ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഈ മലബാറിന്റെ മണ്ണിൽ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്. ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു കറാഹത്ത് പോലും ചെയ്യാത്ത വലിയൊരു മഹാമനീഷി. ആ മനുഷ്യന്റെ നാമുകൊണ്ട് കോഴിക്കോട് മലപ്പുറത്തും വെച്ച് നിങ്ങൾ വലിയൊരു പ്രാർത്ഥന പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ദുരന്ത ഫലമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യന്റെ കാലിന്റെ കീഴിൽ ചെന്ന് മാപ്പ് പറഞ്ഞ് പറ്റിപ്പോയി എന്ന് മാപ്പ് പറയാത്തിടത്തോളം കാലം പടച്ചറബി സമുദായത്തിന്റെ മുമ്പിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ മണ്ണാർക്കാട്ടേക്ക് തിരിച്ചു പോവുകയാണ്. മണ്ണാർക്കാട് കൊലപാതകവുമായി ബന്ധപ്പെട്ടു ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ സാഹിബ് മത്സരിക്കുന്ന മണ്ണാർക്കാട്ടിൽ അല്ല ഈ സംഭവം നടന്ന സ്ഥലം. അതാണ് ഇതിലേറെ വലിയ രസം. അത് തൊട്ടടുത്ത മണ്ഡലത്തിലാണ്. ആ മണ്ഡലത്തിലെ MLA-യുമായി ഈ വിഷയത്തിൽ പ്രശ്നമില്ല. എന്നാ പോകട്ടെ, 2-3 വർഷമായി സംഭവം നടന്നിട്ട് ഈ 2-3 വർഷമായി സംഭവം നടന്നിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇന്നാളുകളാണ്. അതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാരോട് ഞങ്ങൾക്ക് ബന്ധമില്ല, അവരുടെ നേതാക്കന്മാരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം ഇതുവരെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കന്മാർ മുതൽ യൂണിറ്റ് നേതാക്കന്മാർ വരെയുള്ള മുഴുവൻ ആളുകളുമായി വേദി പങ്കിടുകയും പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത് ഇവർ ഒരു കൂട്ടുകൂടിയിരുന്ന സാഹചര്യമാണ് ഇതുവരെ കണ്ടിരുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ ഒരു ആരോപണം പുറത്തേക്ക് വലിച്ചിട്ടതിന്റെ പിന്നിൽ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. ഏതായിരിക്കട്ടെ, മണ്ണാർക്കാടുള്ള മുടിക്കുട്ടികൾ ആവേശഭരിതരാക്കി അവരെ ഇളക്കിവിട്ടാൽ ഇവിടെ മുസ്ലിം ലീഗിനെ കുഴിച്ചുകൂടാമെന്ന് വ്യാമോഹിച്ച വടശ്ശേരിക്കാരനായ അത്തൻ മൗലവി അന്ന് വന്നിട്ട് മണ്ണാർക്കാട് നടത്തിയൊരു പ്രസംഗമുണ്ട്. ആവേശഭരിതനായി കരഞ്ഞുകൊണ്ട് നടത്തിയൊരു പ്രസംഗം. ആ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കി, എന്നിട്ട് എനിക്ക് വേറെ സംഗതി ഒന്ന് കേൾപ്പിക്കാറുണ്ട്. മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടവകാശമുള്ള സുന്നി പ്രവർത്തകന്മാരെ നിൽക്കുന്നവനെ ഉള്ളാക്കൂടെ മടാക്കം പോലെ പറഞ്ഞാൽ തന്നെ എല്ലാവരും കേൾക്കും. ഇതേതാ പരിപാടി അറിയങ്ങളെ? സുന്നി ആദർശ വിശദീകരണ സമ്മേളനം. ഇപ്പൊ സുന്നില്ല, ഈ സുന്നി SYSന്റെ സുന്നി ആദർശ വിശദീകരണ സമ്മേളനം എന്നാണ് ഹെഡിങ് ഉള്ളത്. അതിന്റെ ലേബലിലാണ് പരിപാടി. എന്തിനാ പരിപാടി? ശംസുദ്ദീനെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്യാനാണ് പരിപാടി. സുന്നില്ല, എല്ലാത്തിനും സുന്നി പോയി. മുമ്പ് നമ്മൾ കേൾക്കാറുണ്ട് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സുന്നി സ്വലാത്ത്, സുന്നി കുത്തുബിയത്ത്, സുന്നി മജ്ലിസ്, അതുപോലെ സുന്നി പള്ളി ഒക്കെ സുന്നിയോട് തിരിയാനും പറയാനും കഴിയുന്നില്ല. ഇപ്പൊ സുന്നി പോയി. ഇപ്പൊ മുസ്ലിം ജമാഅത്തായി സുന്നിന്റെ കട്ടി പറഞ്ഞു. ഞങ്ങൾക്കറിയാം ഈ മുസ്ലിം ജമാഅത്തെന്ന് നിങ്ങൾ പേര് കൊടുത്തെന്തിനാണ് നിങ്ങള്? വരും ഭാവിയിൽ മുസ്ലിം ജമാഅത്തെന്ന ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാവരും ഈ പ്ലാറ്റ്ഫോമിൽ അടിയുറപ്പിച്ചു നിർത്തി സമസ്തക്കെതിരെ തിരിയാനുള്ള പുതിയൊരു വടിയാണ് ഈ കേരള മുസ്ലിം ജമാഅത്ത് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളിപ്പോൾ കാണേണ്ടത് ആരെയാണ്? കുഞ്ഞിയംസയെയും അദ്ദേഹത്തിന്റെ അനുജൻ നൂറുദ്ദീനെയുമാണ്. അത് ഈ വരുന്ന 14-ാം തീയതി പോളിംഗ് ബൂത്തിൽ നിങ്ങൾ കാണണം. അത് കണ്ടാൽ മാത്രം പോലെ നിങ്ങളുടെ ജനാധിപത്യാവകാശം ഈ അനന്തരയാളികളെ കൊണ്ടുപിടിച്ച് അവർക്ക് സംരക്ഷണം നൽകുന്ന ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നതിലേക്ക് ആ സ്മരണ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അതെന്റെ ദീനിന്റെ മേലിലുള്ള ഒരു അപേക്ഷ മാത്രമായിട്ടേ നിങ്ങൾ കണക്കാക്കാവൂ. ഇത് ഞാൻ വികാരപരിതനായി പറയുകയല്ല. നിങ്ങൾ അറിയണം, ഈ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തിയ കുഞ്ഞിയംസയും നൂറുദ്ദീനും എന്ത് തെറ്റാണ് ചെയ്തത്, എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമെന്നാണ് ചെയ്തത്, എന്ത് മനുഷ്യാവകാശ ലംഘനമാണ് ചെയ്തത്. അദ്ദേഹത്തിന് അവരുടെ പിതാവ് ഈ രൂപത്തിൽ അവിടെയുള്ള ആളുകളുടെ മനസ്സിളക്കുന്ന രൂപത്തിലുള്ള പ്രസംഗം നടത്തി. എന്നാൽ വടശ്ശേരി മൗലവിയെ നിങ്ങളൊരു കാര്യമറിയണം. അതിന്റെ തൊട്ടപ്പുറത്തൊരു സ്ഥാപനമുണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥാപനം അട്ടപ്പാടിയിലൊരു സ്ഥാപനം. ആ സ്ഥാപനത്തിലെ 13-14 വയസ്സുള്ള 42 പെൺകുട്ടികളെ കാന്തപുരത്തിന്റെ അരുമ ശിഷ്യനായ ഒരു സഹാബി പീഡിപ്പിച്ച് ആ 42 പെൺകുട്ടിയുടെ മാനം കവർന്നിട്ടുണ്ട്. അറിയോ നീ അതറിഞ്ഞിട്ടില്ലല്ലേ? 42 പാവപ്പെട്ട ചെറിയ പെൺകുട്ടികളെ വ്യഭിചരിച്ചു ഈ മനുഷ്യൻ. 1 ദിവസമോ 2 ദിവസമല്ല,
ഓരോ ദിവസം രാത്രി ഇശാനമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പെൺകുട്ടികൾ കിടക്കാൻ പോകുമ്പോ അറക്കാൻ കൊണ്ടുപോകുന്ന ആട്ടിൻകുട്ടികളെ പോലെ പേടിച്ചറിഞ്ഞിട്ടായി കുട്ടികളെ കിടക്കാൻ പോയിരുന്നത്. ഈ കാലം വരെ ഞങ്ങൾ ഈ വിഷയം പൊതുസ്ഥാപനം പറഞ്ഞതില്ല. എത്ര കാലമായി നമ്മൾ ആദർശ പ്രസംഗം നടക്കുന്നത്? ഇന്ന് വരെ ഈ വിഷയം നമ്മൾ സമുദായത്തോട് പറഞ്ഞിട്ടില്ല. ഇത് പറയാൻ ഇപ്പോൾ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഈ കുട്ടികൾ പേടിച്ചരണ്ടിട്ട് കിടക്കാൻ പോണത്. അന്ന് ആരെയാണ് ഈ സഖാഫി പിടിച്ചുകൊണ്ടോണെന്നറിയില്ല. അങ്ങനെ പേടിച്ചരണ്ട് കൊല്ലങ്ങളോളം ഈ കുട്ടികളെ രാത്രി കഴിച്ചുകൂട്ടിയിട്ടുണ്ടവിടെ. അറിയുന്നത് ഈ 42 പെൺകുട്ടിയുടെ മാനം കവർന്ന ഈ പെൺകുട്ടികളെ കൊല്ലാകൊലയ്ക്ക് വേലാക്കിയ ഈ സഖാഫി ചെയ്ത ചണ്ടിത്തരം ചമ്മാടിത്തരം എന്നെ നിങ്ങൾ കാണാതെ പോയത്? അത് നിങ്ങൾ കണ്ടില്ലേ? കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് റിപ്പോർട്ടർ ചാനൽ വാർത്തയാക്കി പുറത്തുവിട്ടു. നമ്മളാരും ഇത് സമുദായത്തോട് പറഞ്ഞിരുന്നില്ല. ഈ തെമ്മാടിത്തരത്തിന് ബഹുമാന്യനായ MLA ശംസുദ്ദീൻ സാഹിബ് കൂട്ടുനിന്നില്ല എന്നൊരൊറ്റ കാരണം. അതിൽ പിടിക്കപ്പെട്ട ഈ സഖാഫിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാന്തപുരമടക്കമുള്ള ആളുകൾ പലപ്പോഴും MLAയുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സഹകരിക്കില്ല. ഇത് പാവപ്പെട്ട പെൺകുട്ടികൾ മാനം കളഞ്ഞ കേസാണ്. അതിൽ സഹകരിക്കാത്തതിന്റെ പേരിൽ ആ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വന്നു. ഈ സഖാഫി അറസ്റ്റ് ചെയ്തു. അതിന് കൂട്ടുനിൽക്കാത്ത പകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വാർത്ത ഒന്ന് കേൾക്കിങ്ങൾ. ഇന്നുവരെ നമ്മൾ ഇവരും കേൾപ്പിച്ചിട്ടില്ല. കേൾപ്പിക്കാൻ നിർബന്ധിതരായതുകൊണ്ടും നിങ്ങൾ ആരാണ് എന്ന് സമുദായം അറിയാൻ നിർബന്ധിതരായതുകൊണ്ടുമാണ് നമ്മളിത് കേൾപ്പിക്കുന്നത്. പാലക്കാട് അട്ടപ്പാടിയിൽ യതീംഖാന പ്രിൻസിപ്പൽ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതായി പരാതി. കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള മർക്കസൂർ റഹ്മ എന്ന യതീംഖാനയിലാണ് നിരവധി കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടതായി പരാതി ഉയരുന്നത്. സംഭവം പുറത്തറിഞ്ഞതിനെ തുടർന്ന് പ്രിൻസിപ്പലിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പാലക്കാട് കോയമ്പത്തൂർ സ്വദേശികളായ 52 കുട്ടികൾ പാർക്കുന്ന അട്ടപ്പാടിയിലെ മർക്കസൂർ റഹ്മ എന്ന യതീംഖാനയിലെ 42 കുട്ടികളാണ് ലൈംഗിക ചൂഷണത്തിന് വിധേയമായതായി ആരോപണമുയർന്നിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി മദ്രസയിലെ അധ്യാപകനും പ്രിൻസിപ്പലുമായ ഉസ്മാൻ സഖാഫി പയ്യനടം എന്നയാൾ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് അഗതി മന്ദിരത്തിലെ അന്തേവാസിയായ കുട്ടികളിൽ ഒരാളുടെ പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. തന്റെ കുട്ടി പെരുന്നാളിന് വീട്ടിൽ വന്നപ്പോഴാണ് സഹപാഠികളെ അധ്യാപകൻ ചൂഷണം ചെയ്യുന്നതായി തനിക്ക് വിവരം ലഭിച്ചത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് തനിക്ക് കാര്യങ്ങൾ കൂടുതൽ ബോധ്യമായതെന്നും രക്ഷിതാവ് പറയുന്നു. ഇപ്പൊ അടുത്തുള്ള ഈ ബക്രീത്തും ലീവിന് വന്നപ്പോ വീട്ടിലെ ഇങ്ങനെ അമ്മയായിട്ടിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താ കാര്യം എന്നുള്ളത് വ്യക്തമാക്കി പറയാൻ പറഞ്ഞപ്പോ ഇന്നുമാതിരിയാണ് അവരിങ്ങനെ ഉസ്താദിന്റെ ഉസ്മാൻ ഉസ്താദ് പെൺകുട്ടികളെ ഇങ്ങനെ കൂടുതലായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. അധ്യാപകൻ നടത്തിയ ചൂഷണത്തെക്കുറിച്ച് ചൂഷണത്തിനിരയായ കുട്ടിയുടെ വിശദീകരണം ഇങ്ങനെ: മിക്ക ദിവസങ്ങളിലും യതീംഖാനയിൽ തങ്ങുന്ന ഉസ്മാൻ സഖാഫി വീട്ടിൽ നിന്നും ഫോൺ വരുന്നുവെന്ന വ്യാജേന കുട്ടികളെ ഓഫീസ് മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികൾ ചൂഷണത്തിന് വിധേയരായിട്ടുണ്ടെന്നും പെൺകുട്ടി പറഞ്ഞു. ഞാനത് മുഴുവൻ കേൾപ്പിക്കണില്ല, സാക്ഷായതുകൊണ്ട്. ഇങ്ങനത്തെ പാവപ്പെട്ട 42 പെൺകുട്ടികളെ പീഡിപ്പിച്ച ഈ പയ്യനടം സഖാഫിയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ബഹുമാന്യനായ MLA പറഞ്ഞ് എന്നെ വില കിട്ടൂല, തെമ്മാടിത്തരത്തിന് ഞാൻ കൂട്ടുനിൽക്കൂല. ആ പക വിട്ടാനാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അരയും തലയും മുറിച്ചിറങ്ങിയിട്ടുള്ളത്. നിങ്ങളിങ്ങനെ ഇറങ്ങിയോണ്ടല്ലോ സമുദായത്തോട് പറയേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും മുജാഹിദിന്റെ നേതാവ് മുജാഹിദ് ബാലുശ്ശേരി പറയാണ്, രാജവമ്പാലെ കടിച്ചു മരിച്ച ബേജാറിന്റെ AP സിംഗായി മരിച്ചാൽ ഒരു സ്വർഗം കിട്ടൂല. ബാലുശ്ശേരി ഞാൻ അന്തമുട്ട് അയാൾ പറയാൻ, ഒരാളെ രാജവമ്പാലെ കടിച്ചു മരിച്ചാൽ ഈമാണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടും, AP സിംഗായി മരിച്ച സ്വർഗം കിട്ടൂല. അതുവരെ ഈ മുജാഹിദ് പ്രസാഹികളെ കൊണ്ട് പറയിപ്പിച്ചു. ഞാനത് കൂടുതൽ കൽപ്പിക്കുന്നില്ല, അദ്ദേഹം പറയട്ടെ. രാജവമ്പാലെ AP സിംഗിനെ കടിക്കുന്നു, ഒരു മുസ്ലിയാരോട് ഷോൾഡറിൽ കൈയിരുന്നു. ഏതാ വലിയ ഭീകരത എന്ന് വെച്ചാൽ മുസ്ലിയാർ തൊഴിൽ കൈയിട്ടെന്നാ ഞാൻ പറയാം. രാജവമ്പാലെ കടിക്കുന്നതിനേക്കാൾ ഭീകരത ഒരു മുസ്ലിയാരെ വാദം കേട്ട് ഒരു കുട്ടി ജീവിക്കാമെന്നാണ്. നിങ്ങൾക്കേ രാജവമ്പാലെ കൊത്തിയിട്ട് നമ്മുടെ മോൻ മരിച്ചു, അതിനേക്കാൾ ഭയാനകരമാണ് ഒരു മുസ്ലിയാരെ ഒരു കുട്ടി അടക്കാറുള്ളത്. ക്ഷമിക്കണം, ഞാൻ എന്നെ ഉള്ളതുപോലെ വീക്ക് പോക്കില്ലാതെ പറഞ്ഞു ശീലിച്ചു, കോംപ്രമൈസ് ഇല്ലാതെ എന്റെ മോനെ പാമ്പ് ഇത്തരാകട്ടെ പേടിക്കണ്ട, ഓന് ശരീരത്തിന്റെ കൂലി, ഓൻ തൗഹീദിന്റെ. എന്റെ മോനെ AP ഉസ്താദിന്റെ കൂടെ പോയി എങ്കിൽ അറ്റാക്ക് വെച്ചു തുടങ്ങി. ഒന്റെ കാര്യം കൊടുത്തു, ഒന്റെ കാര്യം പോക്ക എണ്ണം നേരിക്കുന്ന ഈ കണ്ടങ്ങള് ഒരാൾ AP സുന്നിയായി മരിച്ചുപോയാൽ ഓനെ കഥ പോക്കാണോ എന്നൊന്നും നരകത്തിലാണ്. നമ്മൾ പറഞ്ഞതല്ല,
ഗാലറിയിൽ നിന്ന് കളി കാണുന്ന മുജാഹിദിന്റെ പ്രഭാഷകന്മാർ പോലും ഈ രൂപത്തിൽ പറയേണ്ടിടത്തേക്ക് കാര്യങ്ങൾ അതപ്പതിച്ചുപോയി. കാന്തപുരത്തിന് രാഷ്ട്രീയം അറിയും. രാഷ്ട്രീയം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഓരോരുത്തർ അവനാന്റെ പണിയെടുത്താൽ മതി. തട്ടാൻ അയാളെ പണിയെടുക്കട്ടെ, പെരിങ്കൊല്ലൻ അയാളെ പണിയെടുക്കട്ടെ, കൊശവൻ അയാളെ പണിയെടുക്കട്ടെ, ബാർബർമാർ അവരുടെ പണിയെടുക്കട്ടെ, മുസ്ലിയാക്കന്മാർ അവരുടെ പണിയെടുക്കട്ടെ, രാഷ്ട്രീയക്കാർ അവരുടെ പണിയെടുക്കട്ടെ. പള്ളിയിൽ ഖുതുബയോധേണ്ട, ഇമാമത്ത് നിൽക്കേണ്ട, ദീന് പഠിപ്പിക്കേണ്ട ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ എല്ലാം പിടിച്ചു പറിക്കുമെന്നത് വാസ്തവമല്ലേ? ഇങ്ങനെ മർക്കസിലെ പ്രസംഗത്തിൽ കാന്തപുരം ചോദിക്കുക, വലിയൊരു കോവായിട്ടാ ചോദിക്കണേ. എന്താ മൂപ്പരെ ചോദിക്കണറിയങ്ങള്? ഇവരെ കുറെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാര് ജാമ്യ അറബി കോളേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇവിടെ പിന്നെന്താ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ശരിയത്ത് കോളേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? മദ്രസകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? സാധു രാഷ്ട്രീയ പാർട്ടി അതിനുള്ളതല്ല. രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഭൗതികമായ ലോകത്ത് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ, റോഡുണ്ടാക്കണം, അതിന് രാഷ്ട്രീയ പാർട്ടി വേണം. പാലുണ്ടാക്കണം, ആശുപത്രികൾ ഉണ്ടാക്കണം, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഭൗതികമായ ലോകത്തെ നന്മകൾ ഉണ്ടാക്കണം. അതിനാണ് രാഷ്ട്രീയ പാർട്ടി. നിങ്ങൾ ഇയാൾ വലിയ ഒച്ചയിൽ ചോദിക്കുക, അപ്പൊ ഇയാള് വിചാരം കാര്യങ്ങള് ഇയാൾ ജയിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, ഇയാൾ പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ വിജയിച്ചു പോയാൽ അവിടെ മദ്രസയും അറബി കോളേജുകളും യൂണിവേഴ്സിറ്റികളും ശരിയത്ത് കോളേജുകളും ഒക്കെ ഉണ്ടാക്കും എന്നാണ് അയാൾ വിചാരിക്കുന്നത്. അതിന് ആര്യാടന്റെ മറുപടി ഉണ്ട്. ആര്യാടൻ പറഞ്ഞ് രാഷ്ട്രീയം വേറെ, അത് മതം വേറെ, ഇത് രണ്ടും രണ്ടാണ്. അത് തിരിച്ചറിഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ആര്യാടൻ പറയട്ടെ. ഇന്ന് നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഇലക്ഷൻ ഇങ്ങനെ ചൂടായി നടക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഒരു ജാമിയ ഇസ്ലാമിയ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കൂല. കാരണം ഓലെ പണി അതല്ല. രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പണി വേറല്ലേ, അതിനിവിടെ വേറെ സംഘടനയല്ലേ. അതിനാണ് മതസംഘടനകൾ, അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഇവരുടെ സഹായത്തോടുകൂടെ മതപണ്ഡിതന്മാരാണ് അതുണ്ടാക്കേണ്ടത്. അതിന്റെ താഴെ ഒരു ശരിയത്ത് കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കൂല. അത് വേറെ ആൾക്കാരെ പണിയാണ്. അത് പണ്ഡിതന്മാരാണ് നേതൃത്വം കൊടുത്തിട്ടുണ്ടാക്കുന്നത്. ഇവരെ പിന്തുണ വേണമെന്ന് മാത്രം. ഇല്ല. അറബി കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കൂല. അത് രാഷ്ട്രീയ പാർട്ടിക്കാരെ പണിയല്ലേ, അത് പണ്ഡിതന്മാരെ പണിയാണ്. അങ്ങനത്തെ പണിയൊക്കെ ഞങ്ങൾ എടുത്തോളാന്ന് കരുതി പറഞ്ഞിട്ടാണ് നിങ്ങളെ പോലത്തെ ആളുകൾ സംഘടന ഉണ്ടാക്കി പോയത്. പക്ഷെ നിങ്ങൾ നേരെ തിരിഞ്ഞു ആരെ പറയൂ? ഇല്ല. പോകട്ടെ, ഒരു LP മദ്രസ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങളൊന്ന് കാണിച്ചുതരാൻ കഴിയൂല. ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് LP മദ്രസ ഉണ്ടാക്കുന്ന പണിയല്ല, ഓർക്കൂടെ റോഡും പാലും ഉണ്ടാക്കുന്ന പണിയാണ്. ആ ഉണ്ടാക്കേണ്ടവരാണ് നിങ്ങളെ പോലത്തെ ആൾക്കാർ. നിങ്ങളിങ്ങനെ കുത്തിത്തിരി പോയിട്ട് നടന്നാ പിന്നെ ഞാരിടം പറയട്ടെ. മതവും രാഷ്ട്രീയവും രണ്ടാണ്. അത് രണ്ടായി തന്നെ കാണണം. അതിന് കണ്ണടച്ചാ പോരാ. അത് വേറെ കാഴ്ചയാണ്. മതം വേറെയാണ്, രാഷ്ട്രീയം വേറെയാണ്. ഇതുകൂടി അറിയാതെ രാഷ്ട്രീയത്തിന് വലിയ കുളിയന്ത്രായിട്ട് അറിഞ്ഞിട്ട് വല്ല ഫലമുണ്ടോ? ആദ്യം രാഷ്ട്രീയത്തിന്റെ ABCD പഠിക്കണം, എന്നിട്ട് വേണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ. സുബ്ഹാനല്ലാഹ്. മറ്റു സംഗതി എന്താ? നിങ്ങൾ കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് വെച്ച് ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ സാഹിബ് നല്ലൊരു വിഷയം പറഞ്ഞു, വളരെ ഫിറ്റായിട്ടുള്ള ഒരു വിഷയം. എന്താ അദ്ദേഹം പറഞ്ഞ നിങ്ങള്? പണ്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ശംസുൽ ഉലമ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പറഞ്ഞ വാക്ക് വായിച്ചതാണ്. കണ്ണിയത്ത് ഉസ്താദ് എന്താ പറഞ്ഞത്? സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അല്ലാഹു തആല മുഖം കൊടുക്കട്ടെ. ശംസുദ്ദീൻ സാഹിബ് പറയാണ്, അത് സാധുവായി എന്നെക്കൊണ്ട് ഇയാളെ മുഖം കൊടുന്ന് ഞാൻ കരുതിയില്ല. മൂപ്പര് പറയാൻ, സാധുവായ സംശുദ്ധീനായ എന്നെക്കൊണ്ട് ഇത്രയും വലിയൊരു മനുഷ്യൻ മുഖം കൊടുന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അദ്ദേഹം വളരെ വികാരാതീതനായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കൊന്ന് കേൾക്കി നിങ്ങൾ മിഞ്ഞാന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ ചില പണ്ഡിതന്മാരോട് പറഞ്ഞു, നമ്മളൊക്കെ ആദരിക്കുന്ന, ലോകം ആദരിക്കുന്ന പണ്ഡിതൻ ശംസുൽ ഉലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകും, ഇങ്ങനെ ബഹുമാനിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഈ പാപം ശംസുനെ കൊണ്ടാവും എന്ന് ഞാൻ കരുതിയില്ല. ഞാനിപ്പോഴും പറയും, അത് ഞാനാവുന്നതിനൊരു കാരണം അത് എന്നെ വെറുതെ വലിച്ചതാണ്. എന്നെ വെറുതെ വലിച്ചതല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
അത് ഈ സ്വാപത്തിനെ കൊണ്ടാകും എന്ന് ഞാൻ കരുതിയില്ല. ഏതായിരുന്നാലും അത് സംഭവിച്ചു. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ സമീപനം ഉണ്ടാകും. ഇവിടെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ രൂപത്തിൽ ഇതിൽ നിന്ന് പാഠം പഠിച്ച് നന്നാകണം എന്നാണ് മൂപ്പര് പറഞ്ഞത്. അത് നന്നാവും നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് മണ്ണാർക്കാടിൽ മുഖംകടലിന്റെ മുകളിൽ മുഖം കെട്ടു. ഈ മണ്ണാർക്കാട് മണ്ഡലത്തിൽ ശംസുദ്ദീൻ സാഹിബിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ഫുലാന് അവിടെ നിന്ന് വരാൻ നോക്കിയിട്ട് പ്രചരണത്തിന്റെ പേരിൽ ഏതാണ് വരാൻ നിർവാഹമില്ല. എന്നാ പോയിട്ട് ആ സമയത്ത് ഒരു സുന്നി സമ്മേളനം സംഘടിപ്പിക്കാൻ നിർവാഹമുണ്ടോ ഇല്ല. കാരണം ഒരു സുന്നി സമ്മേളനം തൊട്ടു മുമ്പ് കഴിഞ്ഞും പോയി. ഇനിയിപ്പോ എന്താ കരുതിയെന്ന് എന്താ സാഹചര്യം നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പറയപ്പെട്ട പീഡന കേസിലെ പ്രതിയായ സഖാദിക്ക് സഹായം ചെയ്തു കൊടുത്ത ഇത്താത്ത ജമീലത്താത്ത മൂപ്പത്തിയാരമ്മ മരണപ്പെട്ടു. ഇത് തന്നെയാണ് തക്കമെന്ന് നോക്കി നട്ടപ്പാതിലേക്ക് ഇയാൾ ഒറ്റക്ക് വന്നു. കൂടെ ആളുകളില്ല, കരിമ്പൂച്ചകളില്ല, ആരുമില്ല. രഹസ്യമായി പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർക്ക് വിവരമറിയിച്ച് ഇയാൾ വരികയാണ്. ജമീലാത്താൻ അമ്മ മരിച്ചോർത്ത് ജമീലാത്ത ഇയാളായിട്ട് ബന്ധമുണ്ടോന്ന് നമുക്കറിയില്ല, ഉണ്ടോന്ന് നമ്മൾ പറഞ്ഞില്ല. അങ്ങനെ പലയിടത്തും ബന്ധങ്ങൾ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളതൊന്നും പറയണില്ല. ഏതായാലും ജമീലാത്താൻ അമ്മ മരിച്ചത് ഇയാൾ രഹസ്യമായിട്ട് വന്നു. അവിടെ അംഗരക്ഷകരില്ല, തെക്കുവീർ മുഴക്കാൻ ആളുകളില്ല, മുന്നിലും ബേക്കിലും കരിമ്പൂച്ചകളില്ല. രഹസ്യമായി വന്നു. ഈ വന്ന വിവരം അതിലേറെ രഹസ്യമായി അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാര് കണ്ടു. വഴിയിൽ തടഞ്ഞു. മാനം മര്യാദക്ക് തിരിഞ്ഞു പോകണമെന്നല്ല, അല്ലെങ്കിൽ കണ്ടോളിയായിരുന്നു, മടങ്ങി പോകണമെന്നല്ലായിരുന്നു. നാട്ടിൽ മുഴുവൻ ഈ വാർത്ത പരന്നു. ആളുകൾ തടിച്ചുകൂടി. ആ തടിച്ചുകൂടി ആളുകൾക്കിടയിൽ മാനം കെട്ട് വഷളായി ഈ മനുഷ്യൻ മടങ്ങിപ്പോയ രംഗം പ്രാദേശിക ചാനലുകൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഒരു മനുഷ്യന് ഇതിലേറെ വലിയ മാനക്കേടെന്താണുള്ളത്? ജമീലാനോടില്ലാത്ത ബന്ധം എന്താ ജമീലാൻ അമ്മാനോട് ഇയാൾക്കുള്ളത്? പ്രായമൊക്കെ നിർത്തിയിട്ടാണോ? എന്ത് ബന്ധമാണുള്ളത്? എങ്ങനെങ്കിലും ശംസുദ്ദീനെ തോൽപ്പിക്കണം, അതാണ് നിയ്യത്ത്. അന്ന് പ്രാദേശിക ചാനൽ വന്ന് വാർത്ത നോക്കിയത് വാർത്തകൾ വിശദമായി. പരസ്യ പ്രസ്താവനയ്ക്ക് പുറകെ മണ്ണാർക്കാട് UDF സ്ഥാനാർത്ഥി ശംസുദ്ദീനെതിരെ പ്രചരണവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മണ്ണാർക്കാട്ട് രഹസ്യ സന്ദർശനം നടത്തി. രഹസ്യ സന്ദർശനം അട്ടപ്പാടി പീഡനക്കേസിലെ കൂട്ടുപ്രതി ജമീലയുടെ മാതാവിന്റെ മരണവിവരമറിഞ്ഞു. മണ്ണാർക്കാട് നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് N ഷംസുദ്ദീനെതിരെ നടത്തിയ വിവാദ പ്രസ്താവനയ്ക്ക് പിറകെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മണ്ണാർക്കാട് രഹസ്യ സന്ദർശനം നടത്തി. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് കാന്തപുരം മണ്ണാർക്കാട് എത്തിയത്. കണ്ടങ്ങൾ മൂപ്പരെ കാറാണത്. ആരുമില്ല, കൂടെ ആളുകളൊന്നുമില്ല, ഒരു ജഗപൊകിയില്ല. കള്ളത്തരം അതിന്റെ അർത്ഥം. ഇന്നങ്ങനെ നേരം മാനം മര്യാദയ്ക്ക് നേരേക്കാൾ ഇങ്ങനെയല്ലല്ലോ വരേണ്ടത്. ഗൂളിക്കടവിൽ അട്ടപ്പാടി പീഡനക്കേസിലെ കൂട്ടുപ്രതി ജമീലയുടെ മാതാവിന്റെ മരണവിവരമറിഞ്ഞാണ് ഉസ്താദിന്റെ സന്ദർശനമെന്നാണ് നിഗമനം. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉസ്താദിന്റെ രഹസ്യ സന്ദർശനത്തോടെ പ്രതികൂലമാവുമെന്ന AP വിഭാഗം പ്രവർത്തകരുടെ അഭിപ്രായം മാനിച്ച് അദ്ദേഹം തെങ്കര ചെറുപ്പാടത്ത് നിന്ന് തിരിച്ചുപോയതായാണ് അറിവ്. കാന്തപുരം, തച്ചമ്പാറ, മുള്ളത്തുപാറ വരെ സഞ്ചരിച്ച് അബ്രാറുകൾ സന്ദർശിച്ചതായി വിവരമുണ്ട്. കോഴിക്കോട് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള യാത്രാമധ്യേയാണ് അബൂബക്കർ മുസ്ലിയാർ മണ്ണാർക്കാട് സന്ദർശനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റെ പുത്രനും പ്രമുഖ വ്യവസായിയുമായ ഹക്കീം സക്കാഫി 2 ദിവസമായി മണ്ണാർക്കാട് തമ്പെടുത്തതായും വിവരം ലഭിച്ചിട്ടുണ്ട്. കാന്തപുരത്തിന്റെ രഹസ്യ സന്ദർശനം വിഘടിച്ചു നിൽക്കുന്ന AP വിഭാഗത്തിന് അസ്വാരസ്യമുണ്ടാക്കിയിട്ടുണ്ട്. പീഡന കേസിലെ മുഖ്യപ്രതിയായ ഉസ്മാൻ സഖാഫിക്കെതിരെ രൂപപ്പെട്ട APയിലെ ഗ്രൂപ്പിസത്തിന് ഇതോടെ ആക്കം കൂടും. ഷംസുദ്ദീനെതിരെ പരസ്യപ്രസ്താവന നടത്തിയ കാന്തപുരത്തിന്റെ നിലപാട് സ്വാർത്ഥ താൽപര്യത്തിൽ അധിഷ്ഠിതമാണെന്നാണ് ഇവരുടെ പക്ഷം. പീഡനത്തിന് കൂട്ടുപ്രതിയുടെ മാതാവിന്റെ മൃതദേഹം സന്ദർശിക്കാനെത്തിയ കാന്തപുരത്തിന്റെ വരവ് പ്രചരണ ആയുധമാക്കാനുള്ള തിരക്കിലാണ് ലീഗ് പ്രവർത്തകരും. അങ്ങനെ പ്രചരണ ആയുധമാക്കുമല്ലോ. കാരണം എന്തെങ്കിലും ചാൻസ് നോക്കിയിട്ടാണ് എല്ലാവരും നടക്കുന്നത്. ഈ രൂപത്തിൽ തരം താഴ്ന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തി. എങ്ങനെ നടത്താതിരിക്കണേ? ഈ രൂപത്തിലാണ് അനുയായികളും നേതാക്കന്മാരും മുഴുവനും. നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നമ്മൾ കരുതും മനുഷ്യന്മാരല്ലേ, എങ്ങനെയെങ്കിലൊക്കെ അത് തട്ടിയൊപ്പിച്ച് നന്നായി അല്ലാതില്ല എന്ന ചിന്തയോടുകൂടെ കഴിഞ്ഞ് ഇതൊക്കെ നന്നാകുന്ന നമ്മൾ കരുതിയത്. ഇത് വർഷം കൂടുന്തോറും സമയം കൂടുന്തോറും ഇതൊക്കെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് മർക്കസ് സഖാഫത്ത് സുന്നിയിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ ചിലർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇത്രയും കുട്ടികൾ മർക്കസിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ കുട്ടികൾ നേരാകാത്തത്? അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് അടുത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്നത്. മർക്കസിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒരു കൈത കുറച്ച് കുതിരകളെ കണ്ടു. നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. മർക്കസിലെ കുട്ടികളെ കുതിര സവാരി പഠിപ്പിക്കാൻ മർക്കസിലെ അധ്യാപകൻ കുതിരനെ കെട്ടു.
അങ്ങനെ വാർത്ത പുറത്തു വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം നമ്മൾ കേട്ടിട്ടില്ല. വാർത്ത കേട്ട് വിശദമായ വാർത്തകളിലേക്ക്. കുതിരകളെ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയ പ്രതികളെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. വളാഞ്ചേരി വെങ്ങാട് ഡൽഹി ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും കുതിരകളെ മോഷ്ടിച്ച 3 കുന്നമംഗലം സ്വദേശികളെയാണ് പോലീസ് പിടികൂടിയത്. കുന്നമംഗലം കാരന്തൂർ സ്വദേശികളായ കോഴിമടത്തിൽ ഹരിദാസിന്റെ മകൻ അരുൺദാസ് എന്ന ബിച്ചു, കുഴിവയിൽ ഉസ്മാന്റെ മകൻ അർഷാദ്, വടക്കയിൽ ഉമ്മറിന്റെ മകൻ ഷഹൽ എന്നിവരാണ് പിടിയിലായത്. ചേളാരി സ്വദേശിയായ നൌഫലിന്റേതാണ് മോഷ്ടിക്കപ്പെട്ട കുതിരകൾ. കുതിരകളെ കുന്നമംഗലത്തെ ഒഴിഞ്ഞപറമ്പിൽ കെട്ടിയിട്ട നിലയിൽ പോലീസ് കണ്ടെത്തി. വെങ്ങാട് ഡൽഹി ഇന്റർനാഷണൽ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് കുതിരസവാരി പഠിപ്പിക്കുന്നതിനായാണ് 2 കുതിരകളെ ചേളാരിയിൽ നിന്നും കൊണ്ടുവന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ കുതിരകളെ വാങ്ങാൻ വേണ്ടി പ്രതികൾ സ്കൂളിലെത്തിയിരുന്നു. കുതിരകളുടെ ഉടമ നൌഫലുമായി വില പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഞായറാഴ്ച പുലർച്ചെ 2:45 പ്രതികൾ സ്കൂളിലെത്തി കുതിരകളെ കെട്ടഴിച്ച വാഹനത്തിൽ കുന്നമംഗലത്തേക്ക് കടത്തിക്കൊണ്ടു പോകുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന 2 കുതിരകളെ കഴിഞ്ഞ ശനിയാഴ്ച വെളുപ്പിന് 2:50 മണിക്ക് മോഷണം ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ് കേസ്. ഇതുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച രാവിലെ 2-3 പേര് വന്ന് ഈ കുതിരകളെ വിൽപ്പനയ്ക്കായി ആവശ്യപ്പെടുകയും അതുമായി അവർ ചർച്ച നടത്തി ഒരു തീരുമാനം ഉണ്ടായതായിട്ട് ഈ പരാതിക്കാരൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കത് കൊടുക്കാനുള്ള ഒരു ധാരണ വന്നിരുന്നു. അതിനുശേഷം ഈ കുതിര വളരെ പെട്ടെന്ന് ഇണങ്ങുന്ന തരമായതിനാൽ അവർക്കും ഇതിനുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ളതിനാൽ ഈ കുതിരയെ പെട്ടെന്ന് നല്ലൊരു എളുപ്പത്തിലാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം അന്ന് രാത്രി അതായത് ഞായറാഴ്ച പുലർച്ചെ 2:45 മണിയോടുകൂടി ഇവരെ ഈ കുതിരകളെ 2 അടിച്ചതായി പിറ്റേന്ന് ഡൽഹി ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിലെ മുൻവശത്തുള്ള ക്യാമറ ദൃശ്യം. സ്കൂളിലെ CCTV ക്യാമറ പരിശോധിച്ചതിൽ നിന്നും പ്രതികൾ കുതിരകളെ കടത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. തുടർന്ന് വളാഞ്ചേരി SI PM ഷമീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വ്യാഴാഴ്ച കുന്നമംഗലത്തെത്തി കുതിരകളെ വാങ്ങാൻ എന്ന വ്യാജേന പ്രതികളെ ഫോണിൽ വിളിച്ചു. കടത്തിക്കൊണ്ടുവന്ന ഒരു കുതിരയെ പ്രതികൾ വിൽക്കാൻ തീരുമാനിക്കുകയും കുതിരകളെ പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെ വെച്ച് പോലീസ് പ്രതികളെയും കുതിരകളെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കുതിരകളെ പരിപാലിച്ച് പരിചയമുള്ളവരാണ് പിടിയിലായ പ്രതികൾ. 2ാം പ്രതി അർഷാദ് അധ്യാപകനായ കാരന്തൂർ മർക്കസിലേക്ക് വേണ്ടിയാണ് പ്രതികൾ കുതിരകളെ മോഷ്ടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കണ്ടങ്ങള് അതിലെ 2ാമത്തെ പ്രതി മർക്കസിലെ അധ്യാപകനാണ്. അയാളെ പുറകെ കൊണ്ടുപോകാനെന്നല്ല, മർക്കസിലെ വിദ്യാർത്ഥികളെ സവാരി പഠിപ്പിക്കാനും അതാ മർക്കസിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യത്തിന് വേണ്ടിയാണ് ഇയാൾ ഈ കുതിരയെ മോഷ്ടിച്ചു കൊണ്ടുപോയത്. ഇയാൾക്കറിയാം, ഞാനിപ്പോ ഒരു കുതിരനെ മോഷ്ടിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല, ഉസ്താദ് അതിലേറെ വലിയ കള്ളനല്ലേ, അപ്പൊ ഞമ്മക്ക് അതിൽ പ്രശ്നം ഉണ്ടാവില്ലാന്ന് അയാൾക്ക് തോന്നിയതായിരിക്കും. ഏതായിരിക്കട്ടെ, ഈ വർത്തമാന കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന്, രാഷ്ട്രീയ ഈ വിഷയങ്ങളിൽ നിന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി വന്ന മണ്ണാർക്കാട് വിഷയവുമായി വന്ന ഈ വിഷയത്തിൽ നിന്ന് വലിയൊരു പാഠം നമ്മൾക്കുണ്ടായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരിൽ ചിലരെങ്കിലും ഇയാളെ കൂടെ കൂട്ടിയാൽ വോട്ട് ബാഗുണ്ടാകുമെന്ന് ഏതെങ്കിലും ചില പ്രവർത്തകന്മാരെങ്കിലും തെറ്റിദ്ധരിച്ചിരുന്നു. അവർക്കൊക്കെ തിരുത്താനും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കന്മാരിൽ പലർക്കും പരസ്യമായി കാന്തപുരത്തിനെതിരെ രംഗത്ത് വരാൻ ഇത് പ്രചോദനമായിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം PKK ബാബാ സാഹിബ് പരസ്യമായിട്ട് പറഞ്ഞു കാന്തപുരത്തിനെതിരെ. എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല, അത് PKK ബാബാ സാഹിബിനെ പറയട്ടെ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എക്കാലത്തും ലീഗ് വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ PKK ബാബ. എന്താ ഇതുവരെ പറയുന്നത്? എന്താ ഇതുവരെ പറയാതിരുന്നത്? അദ്ദേഹത്തിന്റെ പക്കൽ വല്ലതുണ്ട് എന്ന് കരുതി നിന്നു പലരും. അന്നേ നമ്മൾ പറഞ്ഞു ഇയാള് ചതിയനാണ്, ഇയാൾ വഞ്ചകനാണ്, തരിച്ച മുനാഫിക്കാണ്, കാപട്യ ഹോൾസെയിലായി കൊണ്ടിടക്കുന്ന ആളാണ്, അയാളെ വിശ്വസിക്കാൻ പറ്റൂല. 1989 പുറത്തിറങ്ങിയ അന്നത്തെ മാതൃഭൂമി പത്രത്തിൽ കുന്നമംഗലത്ത് വെച്ച് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പരസ്യമായി പരാജയപ്പെടുത്തണമെന്ന് കുന്നമംഗലത്ത് വെച്ചൊരു സുന്നി സമ്മേളനത്തിൽ പരസ്യമായി ആഹ്വാനം ചെയ്തത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്.
മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവായിരുന്ന നമ്മുടെയൊക്കെ കരളിന്റെ കഷ്ടമായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് വളരെ മോശമായ പരാമർശം സെൻസിംഗിലൂടെ എഴുതിയത് കാന്തപുരത്തിന്റെ അറിവോടുകൂടെയായിരുന്നു. അവരുടെ പഴയകാലത്തെ പ്രസിദ്ധീകരണമായ സുന്നി വേദിയിൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വ്യഭിചാരിയാണ് എന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈജിപ്തിൽ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികളുമായി പ്രേമിച്ചു നടക്കലായിരുന്നു ശിഹാബ് തങ്ങളുടെ പണിയെന്ന് പരസ്യമായി അന്ന് സുന്നി വേദിയിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ നിലക്ക് സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുകയും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായി നിലകൊള്ളുകയും ചെയ്തിരുന്ന പാണക്കാട് സാദാത്യങ്ങൾ അടക്കമുള്ള നേതാക്കന്മാർക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ച് ഇവിടെ അവരുടെ ഹിഡൻ അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ എക്കാലത്തും നടത്തിയിട്ടുണ്ട്. ഇവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും തന്നെ ഖിയാമത്ത് നാൾ വരെ ആ നന്മ പ്രതീക്ഷിക്കുന്നവർക്ക് ഒന്നും ഇവരിൽ നിന്ന് ലഭ്യമല്ല എന്നത് വർത്തമാന കാലഘട്ടത്തിലെ സംഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ബാബ അണിയറയിൽ എതിരെ പ്രവർത്തിച്ച ശേഷം വിജയിക്കുന്നവരുടെ കൂടെ കൂടുന്നതാണ് കാന്തപുരത്തിന്റെ തന്ത്രമെന്നും പി.കെ. ബാബ പറഞ്ഞു. അല്ല, ഞങ്ങൾ കാന്തപുരവുമായി പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല. അങ്ങനെ ആളുകൾ ധരിക്കുന്നുവെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണെന്ന് മാത്രമല്ല, എക്കാലത്തും കാന്തപുരം ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. പക്ഷെ കാന്തപുരം ഇതുവരെ സ്വീകരിച്ചെന്താണ് അണിയറയിൽ പ്രവർത്തിക്കുക, എന്നിട്ട് ആരാണ് ജയിക്കുന്നത്, ജയിക്കുന്നവരുടെ കൂടെ കൂടുക, അവർ വിജയാഹ്ലാദം നടത്തുന്ന സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുക്കുക. ഇതൊക്കെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ തവണ അബദ്ധവശാലായിരിക്കണം അവരിങ്ങനെ ഒരു തുറന്ന സമീപനം സ്വീകരിച്ച് ഞങ്ങൾ എതിർക്കാൻ മുന്നോട്ട് വന്നത്. കണ്ണുകള് ഈ രൂപത്തിൽ കാന്തപുരം ഒരു കാലത്ത് ഞങ്ങളെ സഹായിച്ചിട്ടില്ലെന്ന് എല്ലാ നേതാക്കന്മാരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ തുറന്നു പറഞ്ഞാൽ ഇവിടെ വല്ലതും സംഭവിക്കുമെന്ന് പേടിച്ചതാണ്. പക്ഷേ വസ്തുത നേരെ തിരിച്ചാണെന്ന് തിരിച്ചറിയണം. നോക്കൂ, നിങ്ങൾ ഏത് വിഷയമായിക്കോട്ടെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ശരിയായ മുഖത്തെ കരിവാരി തേച്ച് ദീനിനെ പരസ്യമായിട്ട് വിറ്റഴിക്കുന്ന ഒരു സമ്പ്രദായത്തിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഡൽഹിയിൽ നടന്ന സൂഫി സമ്മേളനം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരറിയണം, മോനെ രണ്ടിലെ ഈ സൂഫി സമ്മേളനത്തെ ഡൽഹിയിൽ നടന്ന സൂഫി സമ്മേളനത്തെ കാന്തപുരം പങ്കെടുത്തതല്ല വിഷയം. ആ സൂഫി സമ്മേളനം സംഘടിപ്പിച്ചത് നാസിസ്റ്റ് ഫാസിസ്റ്റ് വർഗീയ ശക്തികൾ, RSSനെ പോലെ, BJPയെ പോലെ, VHPയെ പോലെ, ബജറംഗ് ദളിനെ പോലെയുള്ള ഈ വർഗീയ ശക്തികൾ ഒത്തുകൂടിയിട്ട് ഇങ്ങനെ സൂഫി സമ്മേളനം സംഘടിപ്പിച്ചു. സൂഫികളെ സംബന്ധിച്ച് നമുക്കൊരു നിലപാടുണ്ട്. ബഹുമാനപ്പെട്ട കുത്തുബുസ്സമാൻ മെമ്പറും തങ്ങളെ പോലെ, ബഖ്തിയാർ സാക്കി തങ്ങളെ പോലെ, അതുപോലെ തന്നെ ഹാജ തങ്ങളെ പോലെ, അതുപോലെ റിഫായി തങ്ങളെ പോലെ, ഔലിയാക്കന്മാർ ശ്രേഷ്ഠവാനായ ഓസലാമ മുഹദി ശേഖ് തങ്ങളെ പോലെയുള്ള ഒരുപാട് സൂഫിയാക്കന്മാരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ജീവിത ദർശനങ്ങൾ നമ്മൾക്കറിയാം. ഇങ്ങനെയുള്ള സൂഫിയാക്കന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഡൽഹിയിൽ നടന്ന സൂഫി സമ്മേളനത്തിൽ പങ്കെടുത്തതുപോലുള്ള സൂഫിയാക്കന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടില്ല. ഇതല്ലാതെ പരിശുദ്ധമായ ദീനിനെ പരസ്യമായി പരിഹസിക്കാൻ ഇവിടെ വർഗീയ ശക്തികൾ ഉണ്ടാക്കിയ ഈ കെണിയിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ചെന്ന് ഇരയായി ചാടുകയായിരുന്നു എന്നതാണ് വസ്തുത. എന്നായിക്കോട്ടെ, മനുഷ്യരെല്ലാം പെടും. എന്നാൽ പെട്ടാൻ സ്ഥിതിക്ക് അത് രക്ഷപ്പെട്ടാൽ ആ വിഷയത്തിൽ അവിടെ നടന്ന അനിസ്ലാമികമായ പ്രവണതകളെ ശക്തമായ ഭാഷയിൽ നിന്ന് പ്രതികരിക്കാനുള്ള ആർജവും പോലും അയാൾ കാണിച്ചില്ല. പക്ഷെ നമ്മൾ പണ്ടേ ചോദിച്ചത് ചോദ്യം ഉണ്ടായിരുന്നു, അതിന് നമുക്ക് മറുപടി കിട്ടിയത് ആശ്വാസമാണ് നമുക്കുള്ളത്. എന്താ ആശ്വാസങ്ങള്? ഈ പകരക്കാരനായ ഈ അഹ്സനി ഇടക്കിടക്ക് സ്വപ്നം കാണാറുണ്ടായിരുന്നു, ഉറക്കത്ത് കാണാറുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ഉറക്കത്ത് കാണാറില്ല, കണ്ണിന് ക്ഷീണം മാറാങ്ങിയിട്ടാണോ എന്നറിയില്ല, കാണാറില്ല. അന്നേ ഇയാൾ പറയാറുണ്ടായിരുന്നു, ഞങ്ങളെ ഉസ്താദ് അഖില ലോക സൂഫി കമ്മിറ്റിയുടെ മെമ്പറാണ് എന്നൊന്ന് പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചിരുന്നു, അങ്ങനെ മെമ്പറാണെങ്കിൽ ആ സൂഫി സമ്മേളനത്തിൽ അയാൾ പങ്കെടുത്തൊരു ഡേറ്റ്, പങ്കെടുത്തൊരു സ്ഥലം ഒന്ന് പറഞ്ഞുതരൂ. ആ ചോദ്യം ഇത്ര പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് നമ്മളും കരുതിയില്ല. അന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, നമ്മൾ ആരോപണമായിരുന്നില്ല. അന്ന് പകരം പറഞ്ഞിരുന്നു, ഇയാൾ അഖില ലോക സൂഫി കമ്മിറ്റിയുടെ മെമ്പറാണ്. അദ്ദേഹം അന്ന് പകരം പറഞ്ഞ വാക്കൊന്ന് കേൾക്കുന്നത്. ബഹുമാനപ്പെട്ട CP അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അള്ളാഹുവിന്റെ ഖബർ സ്വർഗ്ഗമാക്കട്ടെ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹാജാതങ്ങളെ സ്വപ്നത്തിൽ കണ്ടത്രേ അദ്ദേഹം. ഹാജാതങ്ങളോട് അജ്മീറിൽ നിന്ന് ചോദിച്ചു, AP ഉസ്താദിന്റെ സ്റ്റേജ് ഏതാണെന്ന്. എന്നോട് CP ഉസ്താദ് തന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതാണ്. അപ്പൊ ഹാജാതങ്ങൾ പറഞ്ഞത്രേ, റുക്കുനും മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരു നെടുന്തൂണാണ്. ഇസ്ലാമിന്റെ നെടുന്തൂണാണ് ഈ പറയപ്പെട്ട ഫുലാൻ ബിൻ ഫുലാൻ. എന്നിട്ട്
അപ്പൊ തിരിച്ചു ചോദിച്ചത്രേ, അത് പറഞ്ഞത്രേ, അത് ഞങ്ങൾക്കറിയാം, അതല്ല ചോദിക്കുന്നത്, സൂഫിയാക്കളുടെ രംഗത്ത് വല്ലതിലും ഉണ്ടോ? അപ്പൊ ഇസ്ലാമിന്റെ റുക്കിനാണ്, റുക്കിനും നടക്കാനിൽ ഇസ്ലാമാണ് ഇയാളെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ സൂഫിയാക്കളുടെ കൂട്ടത്തിൽ ഇയാൾക്ക് വല്ല സ്ഥാനമുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഷെയ്ഖുനാണ് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഹാജാതങ്ങൾ പറഞ്ഞത്രേ, പിന്നെ അതെ, ഔലിയാക്കളെ ഒരു ശൂറയുണ്ട്, ഒരു സംഘമുണ്ട്, അതിന്റെ ഒരു മെമ്പറാണ് നിങ്ങളുടെ ഷെയ്ഖുന. മനസ്സിലാക്കി. ഏതായിരിക്കട്ടെ ആ സൂഫിയാക്കളുടെ സംഘത്തിലെ മെമ്പറാണ്, ഏതായിരിക്കട്ടെ ആ സൂഫി സമയത്ത് മൂപ്പര് പങ്കെടുത്തതിന് ശേഷം പിറ്റേ ദിവസം നടന്ന ഒരു പത്രവാർത്ത, TV വാർത്ത. ദില്ലിയിൽ നടന്ന ലോക സൂഫി സമ്മേളനത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തതിനെ ചൊല്ലി വിവാദം. ഇതിനെ പറ്റിയ വിവാദം ഇല്ലാത്ത ഇപ്പൊ അത് മാത്രം വിവാദമാണ്, എല്ലാം വിവാദമല്ലേ. അള്ളാന്റെ ദുന്യാവിൽ ഇയാൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏതാ വിവാദമാകാതുന്നത്? ഇരിക്കട്ടെ, അതും വിവാദമായി. കേന്ദ്ര സർക്കാരും RSSും സ്പോൺസർ ചെയ്തതാണ് സൂഫി സമ്മേളനമെന്നും പരിപാടിയിൽ പങ്കെടുത്ത് കാന്തപുരം സമുദായത്തെ വഞ്ചിച്ചിരിക്കുകയാണെന്നാണ് വിമർശനം. അതേസമയം സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ച് കൂടുതൽ വിവാദത്തിനില്ലെന്ന് കാന്തപുരം വക്താക്കൾ. ഏതായാലിരിക്കട്ടെ, ഇനി അതും കൂടി വിശദീകരിച്ചിട്ട് ഞങ്ങൾ ഇനി വലിയ വിവാദത്തിനില്ല. ഏതായാലും അങ്ങനത്തെ ഒരു സമീപനം ഉണ്ടായത് ഒരു നല്ലത് തന്നെയാണ്. അതെങ്കിലും ഒരു നല്ല വാക്കുകൾ പറഞ്ഞോലോ. ഇനി അതും കൂടി വിശദീകരിച്ചിട്ട് ഞങ്ങളൊരു വിവാദം ഉണ്ടാക്കണില്ല അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഡൽഹി വിജ്ഞാൻ ഭവനിലും രാംലീല മൈതാനത്തുമായാണ് ലോക സൂഫി സമ്മേളനം നടന്നത്. ഓൾ ഇന്ത്യ ഉലമാ ആൻഡ് മഷായിഖ് ബോർഡും ലോക സൂഫി ഫോറവുമാണ് പ്രത്യക്ഷത്തിൽ പരിപാടി സംഘടിപ്പിച്ചതെങ്കിലും പിന്നിൽ സൂഫിയാക്കളുടെ മുറബിയ ശൈഖാണ് പരിവാറാണെന്നാണ് വിമർശനം. പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക ക്ഷണിതാവായിരുന്നു. സമ്മേളനത്തിൽ കേരളത്തിലെ പ്രമുഖ മുസ്ലിം പണ്ഡിതനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തതാണ് വിവാദമായത്. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോഴും മോദിക്കൊപ്പം നിന്ന് കാര്യലാഭമുണ്ടാക്കുകയാണ് കാന്തപുരത്തിന്റെ ലക്ഷ്യമെന്ന് ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വിമർശിച്ചു. അധികാരി വർഗത്തിന്റെ ഒരു അരമനകളിൽ അപ്പക്കഷ്ടങ്ങൾക്ക് വേണ്ടി അടയിരിക്കുന്ന ഒരു സംഘം എക്കാലവും ഏതാണ്ട് എല്ലാ മതസമൂഹങ്ങളുമുണ്ട്. അത്തരം മതപുരോഹിതന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഭരണകൂടം ഈ സമ്മേളനം സംഘടിപ്പിച്ചത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നാൽ അതിന്റെ പിന്നിലുണ്ടാകുന്ന ദുരന്തം നമ്മൾ മനസ്സിലാക്കണം. ഇവരെ RSS സംഘടിപ്പിച്ച സൂഫി സമ്മേളനത്തിൽ കാന്തപുരം പങ്കെടുത്തു എന്ന് മാത്രമല്ല, ആ സൂഫി സമ്മേളനത്തിൽ നിന്ന് വന്ന ഫോട്ടോകളും വാർത്തകളും അതുപോലെ TV ചാനലുകളിൽ വന്ന ചർച്ചകളുമൊക്കെ വളരെ പേടിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. സ്ത്രീകൾക്കുടെ പർദ്ദയെ സംബന്ധിച്ച് സ്ത്രീയുടെ ശിരോവസ്ത്ര വിഷയത്തിൽ ഇസ്ലാമിന് നിരക്കാത്ത നിലപാട് സ്വീകരിച്ചു. മുസ്ലിം പുരുഷന്മാർ താടി വെക്കേണ്ടതില്ല അടക്കമുള്ള ഇസ്ലാമിന് നിരക്കാത്ത എത്രയോ ഫത്വകളും എത്രയോ തീരുമാനങ്ങളും എത്രയോ പ്രബന്ധങ്ങളും അവർ അവതരിപ്പിച്ചു. ഒന്നിനെ സംബന്ധിച്ചും അവിടുന്ന് ഉണ്ടാകാൻ കഴിഞ്ഞില്ലെങ്കിൽ നാട്ടിക്ക് വന്നതിന് ശേഷം പത്രസമ്മേളനം നടത്തി. ആ സൂഫി സമ്മേളനം ഇസ്ലാമിന് നിരക്കാത്തതാണെന്ന് ഇദ്ദേഹം പറഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞ ശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാടിന്റെ നാനാഭാഗത്തും BJPക്ക് രഹസ്യമായും പരസ്യമായും പിന്തുണ കൊടുക്കൽ മുഖേന ഇവിടെ വരാൻ പോകുന്ന വലിയൊരു ദുരന്തം ഞാൻ ഈ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ നാടിന്റെ പോക്കിയെങ്കിൽ, ഈ മനുഷ്യനെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ, ഇവർക്ക് പൂച്ചു വിളങ്ങിയിട്ടില്ലെങ്കിൽ ഈ കേരളത്തിന്റെ മണ്ണ് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഗുജറാത്തിനെ പോലെയുള്ള കലാപ കലുഷിതമായ ഒരു സാഹചര്യം ഈ രാജ്യത്ത് നടക്കാൻ പോകും. എന്തുകൊണ്ടെന്നറിയുന്നത്, എഴുതി വെച്ചോടെ നിങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു സംഭവം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിമീങ്ങളെ രണ്ട് വിഭാഗമായി മാറ്റപ്പെടും. ഒരു വിഭാഗം മോഡി അനുകൂല മുസ്ലിം, രണ്ട് മോഡി പ്രതികൂല മുസ്ലിം. ഇങ്ങനെ രണ്ട് മുസ്ലിമീങ്ങളെ കേരളത്തിന്റെ മണ്ണിൽ രണ്ട് മുസ്ലിങ്ങളായിട്ട് തരംതിരിക്കപ്പെടും. മോഡി പ്രതികൂല മുസ്ലിമീങ്ങൾ തീവ്രവാദികളായി മുദ്രകുത്തപ്പെടും. മോഡി പ്രതികൂല മുസ്ലിമീങ്ങൾ അടിച്ചമർത്താൻ മോഡി അനുകൂല മുസ്ലിമീങ്ങളായ കാന്തപുരമടക്കമുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി മറ്റുള്ള മുസ്ലിമീങ്ങളെ അടിച്ചമർത്താൻ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കുന്ന കാലം അത് വിദൂരമല്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന വിഷയങ്ങളുണ്ടാകുമ്പോൾ ആ വിഷയം രമ്യമായി പരിഹരിക്കുന്നതിന് പകരം മറ്റുള്ളവരുമായി കൂട്ടുകൂടുമ്പോൾ, RSS BJP പോലെയുള്ള ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുമ്പോൾ അതിന്റെ ദുരന്ത ഫലം എന്താണെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഈ മനുഷ്യരൊന്ന് തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലിരിക്കട്ടെ, സൂഫി
സമ്മേളനമൊക്കെ കഴിഞ്ഞു. സാധാരണ നമ്മളെ നാട്ടിലൊരു മതപഠന ക്ലാസ് തീരുമ്പോൾ 3 സ്വലാത്ത് ചൊല്ലും. ഒരു ദിക്ർ സമ്മേളനമാണെങ്കിൽ 100 സ്വലാത്ത് ചൊല്ലും, അല്ലെങ്കിൽ ഒരുപാട് ദിക്ർ ചൊല്ലും. സൂഫി സമ്മേളനമൊക്കെ ആകുമ്പോൾ അൽബക്കറെങ്കിലും ഓതണമെന്നാണ് എന്റെ അഭിപ്രായം. ഏതായിരിക്കട്ടെ, സൂഫി സമ്മേളനം തീർന്നു. എങ്ങനെ തീർന്നു കാര്യങ്ങള്? ഡാൻസ് നടത്തിയിട്ടാണ് സൂഫി സമ്മേളനം അവസാനിച്ചത്. എന്ത് ഈ സൂഫിയാണെന്നും ഉണ്ടാകുന്നത്? മറ്റുള്ള വിഷയങ്ങൾക്കൊക്കെ നാഴികൾക്ക് 40 വട്ടം പത്രസമ്മേളനം നടത്തുന്നവർ പരസ്യമായി പരിശുദ്ധ ഇസ്ലാമിന്റെ മുഖത്ത് കരുവാരി കേൾക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ അവിടെ പോയിരുന്ന നക്ഷത്ര ഹോട്ടലുകൾ താമസിച്ച് ഏറ്റവും ഉയർന്ന ഭക്ഷണം കഴിച്ച് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ജീവിതം ആസ്വദിച്ച് കേരളത്തിലേക്ക് വണ്ടി കയറിയപ്പോൾ എന്തേ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മറന്നുപോയതാണോ? ആ സൂഫി സമ്മേളനത്തിന് സമാപന ചടങ്ങൊന്ന് കാണിങ്ങള്. ആ സൂഫിയാളിപ്പോ വരും ഇൻഷാ അല്ലാഹ്. സൂഫിയാൾ നോക്കിയാണ് ഈ സെൽഫി എടുക്കണത്. ഈ സെൽഫി എടുക്കണ സൂഫിയാളെ നമ്മൾ ആദ്യമായിട്ട് കാണുക. അവ ഡാൻസ് നടക്കുമ്പോ വലിയ വലിയ സൂഫിയാളാണ് സെൽഫി എടുക്കുന്നത്. എല്ലാ സൂഫിയാളും ഉണ്ട്. ഈ രൂപത്തിൽ പരസ്യമായി പരിശുദ്ധ ദീനിന്റെ മുഖത്ത് കരിവാരിത്തേക്കാണ് മോനെ ഒന്ന്. ഈ നോക്കി നിങ്ങളെ വരും ഭാവിയിൽ ഇതിലേറെ വലിയ അപകടങ്ങൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. അള്ളാന്റെ പരിശുദ്ധമായ ദീന് നിലനിർത്താൻ വേണ്ടി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളാൽ സ്ഥാപിതമായ പരിശുദ്ധമായ ഈ സംഘടന സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ ഇതിന്റെ ശരിയായ റൂട്ടിലൂടെ നടന്നുപോയപ്പോൾ ഭൗതികമായ താൽപര്യങ്ങൾക്ക് വേണ്ടിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള താൽപര്യങ്ങൾക്ക് വേണ്ടിയും ഈ സംഘടനയെ ഭിന്നിച്ചുകൊണ്ട് ഇതിന്റെ നേതാക്കന്മാരെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ആളുകൾ ചിന്തിക്കണം. പക്ഷേ നമുക്കൊരു ആശ്വാസമുണ്ട്. എന്താ ആശ്വാസങ്ങള്? സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ 10-40 കൊല്ലത്തെ നേതാവായിരുന്ന പണ്ഡിത ലോകത്തെ സൂര്യതേജസ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സമസ്തയിൽ ചാരപ്പണിയെടുത്തവർ സൂക്ഷിച്ചോളണം, അവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവർ അറസ്റ്റ് ചെയ്യും. ഇതൊക്കെ വലിയ വിശാലമായ വ്യാഖ്യാനം എഴുതേണ്ട ലഫ്ളുകളാണ്. അന്ന് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞെടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾക്കിതിൽ യാതൊന്നും പേടിക്കേണ്ടതില്ല. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാലും ദീനിനെ പരസ്യമായിട്ട് പുച്ഛിച്ചാലും ദീനിന്റെ ശിആറുകളെ പുച്ഛിച്ചാലും ദീനിന്റെ ശത്രുക്കൾക്ക് വിശുദ്ധമായ ദീനിന്റെ ആളുകളെ ഒറ്റിക്കൊടുത്താലും ദീനിന്റെ ആളുകളെയും ദീനിന്റെ സ്ഥാപനങ്ങളെയും ഒറ്റിക്കൊടുത്താലും നമ്മൾ നിൽക്കേണ്ടടുത്ത് നമ്മൾ ശംസുൽ ഉലമയും കള്ളിയത്ത് ഉസ്താദും പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കണം. അന്ന് ശംസുൽ ഉലമ പറഞ്ഞ വാക്ക് നമ്മൾ കേൾക്കേണ്ടതാണ്. ആരും തന്നെ തുണിയൻ ഈ സംഘടനയുടെ ഉള്ളിൽ നല്ല ചാരവൃത്തിയെ ആരെങ്കിലും നടത്തുന്നുവെങ്കിൽ ആചാരം മാറി ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഈ സമസ്തയാകുന്ന മഹിതമായ സംഘടനയിൽ ആരെങ്കിലും ചാരപ്പണി നടത്തിയാൽ അവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. ഈ ഒരു വാക്യ ഖിയാമത്ത് വരെ ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ അലയടിച്ചുയരുന്നൊരു വാക്കാണിത്. സമസ്തക്കെതിരെ ചാരപ്പണിയെടുത്തവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. ആരാണ് ഈ ഞങ്ങൾ? മഹാനവറുകൾ പറയട്ടെ. അറസ്റ്റ് ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലെ ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളും ആരിഫീകളും അവർ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ ആ പറഞ്ഞ ഭാഷ. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാർ അറസ്റ്റ് ചെയ്യും.
ഓരോരോ സമയം വരുമ്പോഴും ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കോ ഇതിന്റെ കീഴ്ഘടകങ്ങൾക്കോ ഇതിന്റെ സ്ഥാപനങ്ങൾക്കോ ഇതിന്റെ പ്രവർത്തകന്മാർക്കോ എതിരിൽ ഏതെങ്കിലും ഭാഗത്തും ഇവർ തിരിഞ്ഞാൽ ഇവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ രംഗത്തുണ്ടാകുമെന്ന് മഹാനായ ശംസുൽ ഉലമ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കണം? ഓരോരോ സമയത്തും ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാനും സ്ഥാപനങ്ങളെ ഭിന്നിപ്പിക്കാനും നാട്ടിൽ കലുഷിതമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാനും ഒളിഞ്ഞും തെളിഞ്ഞും അതാത് സമയങ്ങളിൽ കടന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒറ്റക്കും കൂട്ടമായും കടന്നു ചെന്ന് കണ്ട് ഈ പരിശുദ്ധമായ ഈ സംഘടനയെ തകർക്കാനുള്ള ഗൂഢമായ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മുടെ നേതാക്കന്മാർ നടന്ന് പറഞ്ഞ പ്രസംഗത്തിൽ സന്തോഷകരമായ വാർത്തകളാണ് കേട്ടിട്ടുള്ളത്. സമസ്തയുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനും അതുപോലെ കേസുകൾക്കൊക്കെ അവർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാനും എന്നും അവർക്ക് ശക്തിയായി നിലകൊള്ളാറുണ്ടായിരുന്ന ആര്യാടൻ മുഹമ്മദ് സാഹിബ് ശക്തമായ ഭാഷയിൽ കാന്തപുരത്തോട് അദ്ദേഹത്തിന് ഇംഗ്ലീഷിന്റെ ഭാഷയിൽ സംസാരിച്ചു എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വരും ഭാവിയിൽ വലിയ പ്രതീക്ഷകളാണ് നമ്മൾക്ക് നൽകുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കൊരു നിലപാടുണ്ട്. സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല. സമസ്തയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്ക് രാഷ്ട്രീയമുണ്ട്. സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല. ഇത് ഈ സമുദായത്തിന്റെ പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ ഈമാനിനെ സംരക്ഷിക്കുന്ന ദീനിനെ സംരക്ഷിക്കുന്ന വലിയൊരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ മഹിതമായ സംഘടനക്കെതിരെ ആര് പ്രവർത്തിച്ചാലും ഏത് മേഖലകളിലും അവരെ പരാജയപ്പെട്ട ചരിത്രം മാത്രമേ ഈ കാലയളവിൽ നമ്മൾക്ക് കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മഹിതമായ സംഘടനക്കും ഈ സംഘടനയുടെ കീഴ്ഘടകങ്ങൾക്കും ഇതിന്റെ എളിയ ഖാദിമുകളായി പ്രവർത്തിക്കുന്നവർക്കും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുകയും ഇതിന്റെ ഉന്നതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത് മഹാന്മാരായ നേതാക്കന്മാരുടെ, പാണക്കാട് സാദാത്യങ്ങളുടെ, സമസ്തയുടെ നേതാക്കന്മാരുടെ, നമ്മുടെ ഉമറാക്കന്മാരുടെ പിന്നിൽ ശക്തമായി അടിയുറച്ചു നിന്ന് അവർ നിർദ്ദേശങ്ങൾ കേട്ട് അടിയുറച്ചു നിന്ന് ദീനിന്റെ മസ്ലഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി പടച്ചതമ്പുരാൻ നമ്മുടെ കെട്ടുറപ്പും ഈ സംഘശക്തിയും പടച്ചറപ്പ് വിജയിപ്പിക്കുമാറാകട്ടെ. ആമീനെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനി ദുആ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി പൂക്കോട്ടൂർ സാഹിബ് നേതൃത്വം നൽകുന്നു. അതിനുശേഷമേ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. നമ്മുടെ മുകളിൽ ഇരിക്കുന്ന സഹോദരിമാർ